ജയ്പൂരിൽ നിന്ന് മുംബൈയിലോട്ട് സ്ട്രേറ്റ് ഡ്രൈവ് ആയിരുന്നു. 1000 കിലോമീറ്റർ ഓടിച്ചത്. ഒരു ഫുൾ ടാങ്കിൽ അങ്ങ് 1000 കിലോമീറ്റർ കവറും ചെയ്തു, ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ റിവേഴ്സ് പോവുകയാണ്, ചെക്ക് ചെയ്യണം. ഞാൻ വണ്ടി പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ബ്ലോക്കിൽ കിടന്നാലും ഒരു ഇഷ്യൂ വരത്തില്ല. ഗിയർ ബോക്സ് വിൽ സ്റ്റേ ഹെൽത്തി, ഇറ്റ് വിൽ റൺ, ഇറ്റ് വിൽ ലാസ്റ്റ് മോർ ദൻ ദി എഞ്ചിൻ. എഞ്ചിനെക്കാട്ടിലും കൂടുതൽ ലൈഫ് ഗിയർ ബോക്സിനുണ്ട്. അതുമല്ല ഇതിന് ലോഞ്ച് കൺട്രോൾ വരെ കോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഈ വണ്ടി ഒരു 40,000 കിലോമീറ്റർ ഓടിച്ചു. 40,000 കിലോമീറ്റേഴ്സ്. ഇതെന്താ 2025 എന്നെ ഞെട്ടിച്ച ഒരു 2012 മോഡൽ വണ്ടിയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിന്റെ കമ്പനി 15,000 പറയുന്നത്. പലരും 15,000 കൊണ്ട് ചെയ്തിട്ടാണ് അവർക്ക് ഇഷ്യൂസ് വരുന്നത്. 15,000 ചെയ്യരുത്. 15,000 എന്ന് വോക്സ്വാഗൺ പറയുന്നത്. ഓഡി A4 പെട്രോൾ വേരിയന്റ് സ്റ്റാർട്ടിങ് 27 lakhs ആയിരുന്നു. അന്ന് ഇതിന്റെ പ്രൈസ് 25 lakhs ആയിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിൽ കിട്ടുന്ന മിക്ക പസാറ്റിനും ആ ഒരു മേജർ കമ്പോണൻസ് ഒക്കെ റിപ്പയർ വരാൻ നിൽക്കുന്ന വണ്ടികളാണ് ഈ വില കുറച്ച് കിടക്കുന്നത്. നമ്മുടെ ഇത് യൂസ്ഡ് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കാതെ തന്നെ നമുക്ക് ശബ്ദം വെച്ച് മനസ്സിലാക്കി എവിടെ തട്ടാൻ പോകുന്നത്. നമ്മൾ അത്രയും വെൽ എഞ്ചിനീയർ ആണെന്ന് തന്നെ. ഈ മോഡലിനെ കണ്ടോ, ഒരു 2012 മോഡൽ ഫോക്സ് വാഗൻ പസാറ്റ് ആണ്. ഈ വണ്ടിയിലുള്ള ഫീച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. ഓട്ടോമാറ്റിക് പാർക്കിംഗ്, സീറ്റ് മസാജ് ഫംഗ്ഷൻ, വെന്റിലേറ്റഡ് സീറ്റ്സ്, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്, IRVM ആൻഡ് ORVM ഓട്ടോ ഡിമ്മിങ്, 12 സ്പീക്കേഴ്സ് ബോസിൻ്റെ, പിന്നെ 8 എയർ ബാഗുകൾ, 4 ഡോർ കീലെസ് എൻട്രി വിത്ത് 4 ഡോർ അപ്പ് ആൻഡ് ഡൗൺ 1 ടച്ച്. വേണമെങ്കിൽ അഡാസിൻ്റെ ലെവൽ 2 ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. എണ്ണി തീർന്ന് വിരൽ തീരാറായിട്ടുണ്ട്. ഇതുപോലെ കുറേ ഫീച്ചേഴ്സുള്ള ഒരു 2012 മോഡൽ വെഹിക്കിളാണ് ഫോക്സ് വാഗൻ പസാറ്റ് എന്നുള്ളത്. ഭയങ്കര ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള 2012 ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന 2011 ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. കൂടാതെ ഫോക്സ് വാഗൻ പസാറ്റ് ആണ് ഫോക്സ് വാഗൻ്റെ ആദ്യത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള മോഡൽ. അതായത് 2007 ഫോക്സ് വാഗൻ ഇന്ത്യയിൽ വന്നപ്പം പസാറ്റിനെയാണ് അവതരിപ്പിച്ചത്. പിന്നീടാണ് ജെറ്റയും മറ്റ് മോഡൽസിനെയൊക്കെ പിന്നീടാണ് കൊണ്ടുവന്നത്. ഈ കിടക്കുന്നത് 2012 മോഡലാണ്. ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞത്. അകത്തോട്ട് കയറിയാലും നിറയെ സ്വിച്ചസും, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കുറേ കാര്യങ്ങളും, പിന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരു എക്സ്പീരിയൻസുമാണ് ഈ ഒരു വെഹിക്കിൾ തരുന്നത്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഇപ്പോൾ 2025 ഇറങ്ങിയ നമ്മുടെ XCV9 അല്ലെങ്കിൽ ഹാരി റിവിയിലും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് പറയുന്ന കുറേ ഫീച്ചറുകൾ ഇതിൽ പണ്ടേ ഉണ്ട്. പിന്നെ നമ്മൾ ഒന്ന് വിട്ടുപോയത് കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ മെമ്മറി ഫീറ്റ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സുകൾ വരുന്ന ഒരു ഫുൾ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഫോക്സ് വാഗൻ പസാറ്റ്. ഫീച്ചർ പാക്ഡ് മാത്രമല്ല, ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് വെഹിക്കിളൂടാണ് ഫോക്സ് വാഗൻ പസാറ്റ്. സോ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. യൂസറിനോട് ചോദിക്കാം, ഞാൻ അധികം പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല ഇൻട്രോ. യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് ഒരു യൂസ്ഡ് പ്രീമിയം ജർമ്മൻ കാർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം. ഒരു കിഡിലൻ എന്തൂസിയാസ്റ്റ് കാറുമായിട്ട് കാർ എന്തൂസിയാസ്റ്റുകൾക്ക് എല്ലാം ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതാണ് ഫോക്സ് വാഗൻ പസാറ്റിൻ്റെ യൂസർ. ഹായ് ബ്രോ. ഹലോ, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ബാലഗോപാൽ. അതെ, ബാലഗോപാൽ. ഓക്കെ. സോ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ? ഞാനിവിടെ NSS കോളേജ് ഒരു ഗസ്റ്റ് ലെക്ചറാണ്. ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഒരു വണ്ടിപ്രാന്തൻ കൂടിയാണ്. അത്യാവശ്യം ഒരു വണ്ടിപ്രാന്തനുമാണ്. ഓക്കെ. സോ പസാറ്റ് ഉണ്ടെന്ന് ഇറങ്ങിയപ്പോൾ പസാറ്റിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന വണ്ടികൾക്ക് പോലും ഇല്ലാത്ത ഫീച്ചറുകൾ ഈ വണ്ടിയിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു 25 lakhs വണ്ടികൾക്ക് ഒന്നും ഇല്ലാത്ത ഫീച്ചറുകൾ ഈ വണ്ടിയിലുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ഇതൊരു പ്രീമിയം കാർ കൂടെ ആയിരുന്നു. അന്ന് 30 lakhs എബോവ്, അന്ന് 28-30 lakhs. അതെ അതെ, എബോവ് ഉണ്ടായിരുന്ന വണ്ടിയാണ് പസാറ്റ്. ടോപ്പ് മോഡൽ ഇറ്റ് യൂസ് ടു കം അറ്റ് 30 lakhs. ഓക്കെ. സോ എങ്ങനെ ഒരു ജർമ്മൻ കാറിലോട്ട് ഈ പസാറ്റ് തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ട് കാരണം? മറ്റ് ഉപയോഗിക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണ്? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ വണ്ടി ഒരു പോളോ GT ആയിരുന്നു ആ സമയത്ത്. അതിപ്പം കൊടുത്തു. ഓക്കെ. അപ്പം ആ സമയത്ത് എനിക്ക് വോക്സ് വാഗനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് കംഫർട്ട് കുറച്ച് കുറവാണെന്നും സീറ്റ് സ്പേസ് കുറവാണെന്നുള്ളൊരു പോളോയ്ക്ക് അത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാജസ്ഥാനിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വെൻഡോയിലായിരുന്നു. അതിൽ വണ്ടിക്ക് തരുന്ന 5 പേര് സേഫ് ആയിട്ട് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് പുറത്തോട്ട് വന്നു. ബാക്കിൽ നിന്ന് ഒരു ബസ് പിടിച്ച് ഫ്രണ്ടിൽ നിന്ന് ഒരു ലോറി അടിച്ചത്. അത്രയൊരു ഇഷ്യൂ ഉണ്ടായിട്ടും ആ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ടായി. 3-4 lakhs വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അകത്തിരുന്ന 5 പേർക്കും എന്താ ചെറിയ മുറിവ് പോലും ഇല്ല. അതുപോലെ അതും ഫ്രണ്ടിലിടുന്നവർക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാക്കിലിടുന്നത്. എനിക്ക് എൻ്റെ തലയോടെ തട്ടുകല്ലാതെ വലിയ ഡാമേജ്, ലൈക്ക്
ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. അത് ശരി. വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു അന്ന്. വണ്ടി അവിടെ ഓടാത്ത അവസ്ഥയായിരുന്നു. ആ കണ്ടീഷന് ശേഷം അന്ന് എനിക്ക് കിയ സെൽറ്റോസ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. കിയ സെൽറ്റോസ് 1.4 DCT, പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. അതെ, 21 മോഡലായിരുന്നു അത്. പക്ഷേ ആ വണ്ടി മേടിച്ച ഉടനെ അത് 3 സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ന്യൂസ് വന്നപ്പോൾ എനിക്ക് അതിനോടൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഒരു സേഫ് ആയിട്ട് വണ്ടിയല്ല, ഒരു 120+ ഒക്കെ അല്ലെ 120 തന്നെ ക്രൂസ് ചെയ്യാനാണെങ്കിലും നമുക്കിത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് മാറ്റിയിട്ട് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ അല്ലേ, അതുപോലെ വീട്ടിലെ സ്മാർട്ട് ടി വിയും അല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ കാറ് മാത്രം സ്മാർട്ട് അല്ല? അതും വെറും ഒരു നോർമൽ ഫോണിന്റെ പ്രൈസിന് 360 ഡിഗ്രി ക്യാമറയോട് കൂടി നിങ്ങളുടെ കാറ് സ്മാർട്ട് ആക്കാൻ പറ്റുമ്പോൾ ഇൻട്രൊഡ്യൂസിംഗ് ക്യാൻബ്ലോ 360 ഡിഗ്രി ക്യാമറാസ്. 4 ക്യാമറയോടൊപ്പം TPMS, സ്പ്ലിറ്റ് സ്ക്രീനും വയർലെസ് കാർപ്ലേയും ഒക്കെ അടങ്ങിയ ഒരു 2K ഡിസ്പ്ലേയും ഉണ്ടാവും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വാഹനം ഏതായാലും ഓരോ വണ്ടിക്കുമുള്ള പല മോഡൽസിലുള്ള ഡിസ്പ്ലേസ് ക്യാൻബ്ലോയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വെബ്സൈറ്റിലെ പ്രൈസ് ഒന്നും കൊടുക്കണ്ട കേട്ടോ, നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ തന്നെ 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രാൻഡാണ് ക്യാൻബ്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 വർഷം എല്ലാ ഡിവൈസുകൾക്കും വാറണ്ടി കിട്ടുന്നതാണ്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളെങ്ങും പോകേണ്ടതില്ല, നിങ്ങളുടെ വീട്ടിൽ വന്നവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. സോ ഇനി പാർക്കിംഗ് സ്പേസിലും ട്രാഫിക്കിലും ഒക്കെ എന്തിനു പേടിക്കണം? കോൺടാക്ട് ക്യാൻബ്ലോ 360 ഡിഗ്രി ക്യാമറാസ്. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ജെറ്റ് ഞാൻ ഓടിക്കുന്നത്. ഒരു ഡീസൽ ജെറ്റ് ആയിരുന്നു, 2 ലിറ്റർ TDI. അപ്പോൾ അത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ വോക്സ് വാഗൻ്റെ ഈ ഒരു ഡീസൽ എഞ്ചിൻ ഇറ്റ് ഈസ് അമേസിങ്. അതിൻ്റെ മൈലേജ് ആണെങ്കിലും പവർ ആണെങ്കിലും ജെറ്റയുടെ ലുക്ക് ആണെങ്കിലും വണ്ടി വളരെ സ്മൂത്തുമാണ്. എഞ്ചിൻ ശബ്ദം പുറത്ത് ഭയങ്കരമായിട്ട് കേട്ടേക്കാം, പക്ഷേ വണ്ടി ലോങ് പോകുമ്പം, അല്ലെങ്കിൽ ലോങ് എന്നല്ല, ഇപ്പം ഇഫ് യു ഡിസ്റ്റൻസ് 30 കിലോമീറ്റേഴ്സ് 30 കിലോമീറ്റർ ഓട്ടം ആണെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു കുഴി കയറി പോവുക, അല്ലെങ്കിൽ സസ്പെൻഷൻ വരെ ഡിഫറൻ്റ് ആണ് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടികളുടെ. അതിനുശേഷം എനിക്ക് ജെറ്റ് അല്ലെ പസറ്റ് എടുക്കണമെന്നായി. പിന്നെ അതിനെപ്പറ്റി ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി പസറ്റ് എത്രത്തോളം ഫീച്ചറിലുള്ള വണ്ടിയാണെന്നുള്ളത്. പിന്നെ അത് എടുക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു. അതിൽ പല കാര്യങ്ങളും ഞാനിപ്പോൾ കേട്ടപ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ എന്നുള്ളത്. അതെ, ഓരോന്നിലോട്ട് നമുക്ക് പോകാം. അങ്ങനെ യാത്ര തുടങ്ങിയിട്ട് എവിടെ നിന്നാണ് വണ്ടി ഒപ്പിച്ചതെന്നോടൊന്ന് പറയാം. വണ്ടി ഞാൻ ഹിമാചലിൽ നിന്നാണ് എടുത്തത്. ഇതൊരു HP രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അതിന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഓണർ വണ്ടികൾ എടുക്കണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഫസ്റ്റ് ഓണർ വണ്ടി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് ഈ 2011 മോഡൽ തന്നെ, അത് 12 ആണ്. കാരണം ഇത് 2012 ആണ് ലാസ്റ്റ് ഇറങ്ങിയത് ഈ മോഡൽ. അത് കഴിഞ്ഞ് അവർ പിന്നെ ഈ 2012 മോഡൽ തന്നെ അത് മറ്റേ വിറ്റ് പോകാത്ത മോഡൽസ് വിൽക്കുമായിരുന്നു. അപ്പോൾ ഈ മറ്റേ ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികൾ 13 14 വിറ്റിട്ടുണ്ട്. 12 ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ 13 14 വിറ്റതും എനിക്ക് എടുക്കാൻ താല്പര്യമില്ല, കാരണം അത് യാടി കിടന്ന വണ്ടിയായിരിക്കും. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നേക്കാം. അപ്പോൾ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ 2012 മോഡൽ വണ്ടി തന്നെ, അതേ ഉടനെ തന്നെ മേടിച്ച ഒരാളും ആയിരിക്കണം. പിന്നെ ഫസ്റ്റ് ഓണറും ആയിരിക്കണം. കിലോമീറ്റർ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല, കാരണം ഞാൻ എൻ്റെ ജെറ്റയുള്ള കൂട്ടുകാരൻ അത് 1.8 lakhs ഓടിയ വണ്ടിയാണ്. അത് ട്യൂൺഡും ആണ്. എന്നിട്ട് ആ വണ്ടി വളരെ സ്മൂത്തായിട്ട് ഓടുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് കിലോമീറ്റർ പ്രശ്നമില്ലാന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇറ്റ് വാസ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2011 or 12 അതാ ഇയർ തന്നെ എടുത്ത വണ്ടിയായിരിക്കും. ഇയർ ബാക്ക് ആവരുത്. മാനുഫാക്ചർ 2012 ചെയ്തിട്ട് 2 വർഷം കിടന്ന വണ്ടി വേണ്ടായിരുന്നു. അതെ, അതങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കി പോയപ്പം നോർത്ത് ഇന്ത്യയിൽ കുറേ വണ്ടികൾ കണ്ടായിരുന്നു. ഞാനിവിടെ ജയ്പൂരിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ വണ്ടികളൊക്കെ നോക്കി പോയി കുറേ വണ്ടികൾ കണ്ടു. ചിലതൊക്കെ തേർഡ് ഓണർ വണ്ടി നല്ല ഡീലിന് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ അതുപോലത്തെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പോളോ ഉള്ളതുകൊണ്ട് അതിൻ്റെ ABS സെൻസർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് സെൻസേഴ്സ് നോക്കാൻ അറിയാം. അല്ലെങ്കിൽ സെൻസർ എന്താ പറയുക, മറ്റേ OBD2 മുടിയിലോട്ടാണ് ഞാൻ പോയത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കതിലെ കംപ്ലയിൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ PDA ചെയ്യാൻ സ്വന്തമായിട്ട് ഏകദേശം അതെ, കുറച്ച് വണ്ടികൾ ഓൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയില്ലെങ്കിലും വണ്ടി തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ വണ്ടി അതുകൊണ്ടായിരുന്നു എനിക്ക് ഡീലേഴ്സിന് വണ്ടി വേണ്ടായിരുന്നു. ഡീലർ വണ്ടിയാണെങ്കിലും വണ്ടി വന്ന് അവിടെ യാടി കിടക്കുന്നതിന് പകരം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിന് വേറെ കംപ്ലയിൻസ് വരും. ഈ ജർമ്മൻ വണ്ടികൾ ഓടാതെ കിടക്കുമ്പോഴാണ് പണി വരുന്നത്. ഡെയിലി ഓടിക്കുവാണെങ്കിൽ പ്രശ്നം വരത്തില്ല. അതിന് കാരണം ഞാൻ പറയാം. പക്ഷേ അതും എനിക്കൊരു ക്രൈറ്റീരിയ ആയിരുന്നു. ഓണറിൻ്റെ തന്നെ വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കേരളത്തിൽ നോക്കിയപ്പം എല്ലാ പസാറ്റും സെക്കൻഡ് ഓർ തേർഡ് ഓണർ, ഫസ്റ്റ് ഓണർ വണ്ടി കിട്ടാനേ ഇല്ല. എല്ലാ വണ്ടിയും സെക്കൻഡ് ഓർ തേർഡ് ഓണർ വണ്ടികളാണ്. അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് ഇത് ഇറക്കിയ സമയത്ത് 3 വേരിയൻ്റ് ആയിരുന്നു. ഒരെണ്ണം ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ മാനുവൽ ആണ് വന്നിരുന്നത്. മാനുവൽ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കംഫർട്ട് ലൈൻ, ഇറ്റ് കെയിം ഇൻ ഓട്ടോമാറ്റിക്. ഫീച്ചേഴ്സ് DSG ആണ്. പക്ഷേ അതിന് ഫീച്ചേഴ്സ് കുറവായിരുന്നു. അതിന് അലോയുടെ ഷേപ്പ് ഡിഫറെൻ്റ്, ഒരു ക്രോസ് പോക്ക്, ഒരു
കുറച്ചുകൂടെ സ്പോക്സ് ഉള്ള അലോയ് വരുന്നത്. നമ്മുടെ മറ്റേ വെൻഡോ മറ്റേ പുതിയ ലേറ്റസ്റ്റ് പോളോൻ്റെ ഒക്കെ വന്നിരുന്ന ആ ഒരു ഡിസൈൻ ആയിരുന്നു. പിന്നെ വന്നത് ഹൈലൈൻ വേരിയൻ്റ് ആണ്, ടോപ്പ് മോഡൽ. ഇതാണ് ടോപ്പ് മോഡലായിട്ട് വന്ന വേരിയൻ്റ് തന്നെ വേണമെന്നുള്ളത്. കാരണം അതിന് ഉള്ള ഫീച്ചേഴ്സ് ആയിരുന്നു എന്നെ അതിനോട് അട്രാക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു വണ്ടി തപ്പി പിടിച്ച് ഞാൻ ഈ ഹിമാചലിൽ ഉള്ളൊരു വണ്ടി ഉദയ്പൂരിൽ വെച്ച് എനിക്ക് കിട്ടി. ഉദയ്പൂരിൽ ഒരാൾ, ഹിമാചലിൽ നിന്നാണ് പുള്ളി ഇവിടെ ഒരു മറ്റേ ഒരു IT കമ്പനി വർക്ക് ചെയ്യാണ്. അങ്ങനെ കിട്ടിയിട്ട് ഞാൻ പുള്ളിയെ പോയി കണ്ടു. പുള്ളി ഫാമിലി മാനാണ്. പുള്ളി 10 വർഷമായിട്ട് എൻ്റെ കമ്പനിയുടെ പേര് തന്നെ അവരുടെ ഒരു ലോൺ സ്കീം വഴിയൊക്കെ എടുത്താണ് യൂസ് ചെയ്തെടുത്തത്. അപ്പോൾ അന്ന് തൊട്ടേ ആ വണ്ടി ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ഒരു പെർഫെക്റ്റ് സർവീസ് റെക്കോർഡോടുകൂടിയാണ് ഓടിയേക്കുന്നതും. അതുമല്ല മേജർ ചേഞ്ചസ് അല്ലെങ്കിൽ മറ്റേ 1 lakh വരുമ്പോഴേക്കും മാറേണ്ട കമ്പോണൻസ് എല്ലാം മാറിയ വണ്ടിയായിരുന്നു. അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല, ഒത്തിരി നല്ല പ്രൈസ് അല്ല, ലൈക്ക് നോട്ട് എ ഗുഡ് ഡീൽ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മോർ എക്സ്പെൻസീവ് ദാൻ ദി കേരള വേരിയൻസ്. കേരളത്തിൽ 4 ലക്ഷം 5 ലക്ഷത്തിനൊക്കെ വണ്ടി കിട്ടും. അതിനേക്കാളും കുറച്ചുകൂടി കൂടിയിട്ടാണ് ഒരു ഔട്ട്സെറ്റ് വണ്ടി എടുത്തത്. 8 lakhs റേഞ്ചിൽ കിട്ടും മൊത്തത്തിൽ. എനിക്ക് വണ്ടി അവിടെ നിന്ന് എടുത്ത് NOC ഒക്കെ ചെയ്ത് ഓടിച്ചുകൊണ്ട് വന്ന് ഇവിടെ റീരജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ബിലോ 10 lakhs ആയിട്ടുള്ളൂ. അതും ഇതിൻ്റെ ഈ ടയേഴ്സ് മാറ്റാനും ബാറ്ററി ചേഞ്ച് എല്ലാം കൂടി ഓവറോൾ എവറിത്തിങ് ഇൻക്ലൂഡഡ് എനിക്ക് ഇറ്റ് ഈസ് എനിവേസ് ബിലോ 10 lakhs അത്ര ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ വണ്ടി എത്തിപ്പെട്ടത്. അത് ഞാൻ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന് അത് ആദ്യം എനിക്ക് വണ്ടിയോടുള്ള ഒരു കൗതുകമായിരുന്നു. അത് ഓടിച്ച് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ എനിക്ക് വണ്ടിയോട് പ്രേമമായി. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ മറ്റേ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. സാധാരണ ഒരു വണ്ടിക്ക് 45-50 ലിറ്റേഴ്സ് ഒക്കെയാണ്, ഇതിന് വരുന്നത് 70 ലിറ്റേഴ്സാണ്. 70 വലിയ SUV-കൾക്കൊക്കെ വരുന്ന ഒരു വലിയ ടാങ്കാണ് ഇതിൽ വരുന്നത്. അതുമല്ല ഇതിന് നല്ല മൈലേജും ഉണ്ട്. ലോങ് പോകുമ്പം ഇതിന് അതിനും ഫീച്ചേഴ്സ് ഉണ്ട്, മൈലേജ് കിട്ടാൻ വേണ്ടിയുള്ള ഫീച്ചറുണ്ട്. കോസ്റ്റിക് മോഡ് എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു 100-ൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിചാരിച്ചു, ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയില്ല, ത്രോട്ടിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്ക് കാല് വെച്ചില്ല, വണ്ടി മനസ്സിലാക്കും വണ്ടി ക്രൂസ് ചെയ്യുവാണ്. എന്നിട്ട് വണ്ടി ന്യൂട്രലോട് ഷിഫ്റ്റ് ചെയ്യും. വണ്ടി ഫ്രീ റോൾ ചെയ്യും. ഗിയറിന് ആ ഒരു റെസിസ്റ്റൻസ് വരത്തില്ല. അപ്പോൾ വണ്ടി കുറേ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ ഇറ്റ് വിൽ കവർ 2-3 കിലോമീറ്റർ ഓടി അങ്ങ് പോകും. സ്പീഡ് പൈവേ കുറയും. പക്ഷെ അങ്ങനെ കുറഞ്ഞു വിട്ട് നമുക്ക് വീണ്ടും ത്രോട്ടിൽ കൊടുത്താൽ ഏത് സ്പീഡിലാണോ നിൽക്കുന്നത് ആ സ്പീഡിൽ കറക്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത് എടുത്തുകൊണ്ട് പോകും. സോ അറൗണ്ട് ഈ 2-3 കിലോമീറ്റേഴ്സ് ന്യൂട്രലിൽ പോകാൻ പറ്റും സുഖമായിട്ട്. ഒരു 100 നിൽക്കുവാണെങ്കിൽ, ഒരു എക്സ്പ്രസ് വേ നമ്മൾ 100-ൽ പൊയ്ക്കൊണ്ടിരിക്കുവാണെങ്കിൽ റോഡിൽ നിന്ന് കാലെടുത്ത് വിചാരിച്ചു, സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അത് കോസ്റ്റ് എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ന്യൂട്രലിട്ട് പോകുമല്ലോ. ഒരു 6th ഗിയർ പോകുമ്പോഴേക്കും നമ്മൾ ന്യൂട്രലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പോകും, അതുപോലെ ഫ്രീ റോൾ ചെയ്യും. അത് നമ്മൾ ചെയ്യേണ്ട, ഒരു ഗിയർ ബോക്സിൻ ഡ്രൈവ് തന്നെ കിടക്കുന്നത്, അഡാപ്റ്റീവ് ആണ്. അത് താനെ അതിൽ തന്നെ സാധാരണ D1, D2, D6 എന്നൊക്കെയാണ് കാണിക്കുന്ന ഗിയർ. നമ്മളത് എടുക്കുമ്പോൾ D എന്ന് മാത്രം കാണിക്കും. പക്ഷേ ഡ്രൈവിലാണ്, പക്ഷേ ഗിയറിൽ അല്ല എന്ന് കാണിക്കും. പക്ഷേ ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്, ഒരു ചേഞ്ചും ഇല്ല. ബ്രേക്ക് പിടിച്ചാലും കൃത്യം ബ്രേക്ക് ചെയ്യേണ്ട ഏത് ഗിയറിലോട്ട് പോകണം വെച്ചാൽ ആ ഗിയർ വെച്ചിട്ട് സ്ലോ ചെയ്യുകയും ചെയ്യും. നമ്മൾ സിറ്റിക്കകത്ത് അത് യൂസ് ചെയ്താൽ വളരെ ജെർക്കിയാവും. സിറ്റിക്കകത്ത് നമുക്ക് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3rd ഗിയർ തൊട്ടാണ് കോസ്റ്റിംഗ് ഓൺ ആകുന്നത്. എത്ര സ്ലോ സ്പീഡ് നമ്മൾ എറണാകുളത്ത് പോകണമെങ്കിൽ പോലും കോസ്റ്റ് ചെയ്ത് പോകാം ഇടയ്ക്ക് വേണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ജയ്പൂരിൽ നിന്ന് മുംബൈയിലോട്ട് സ്ട്രെയിറ്റ് ഡ്രൈവ് ആയിരുന്നു. 1000 കിലോമീറ്ററാണ് ഓടിച്ചത്. അത് ഞാൻ ഒറ്റയ്ക്കാണ് ഓടിച്ചത്. 20 hours ഉണ്ടായിരുന്നു ഡ്രൈവ്. ഞാൻ ടയേർഡായെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം വന്നുള്ളൂ. വണ്ടി ഓടിച്ചതിന് ക്ഷീണം വന്നതും ഇല്ല. അത് മാത്രമല്ല നല്ല മൈലേജും കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ടാങ്കിൽ അങ്ങ് 1000 കിലോമീറ്റർ കവറും ചെയ്തു, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര ആവറേജ്? 18-19 കിട്ടി. അത് ഞാൻ അങ്ങനെ മൈലേജ് നോക്കിയല്ല വന്നത്. ഒരു 120 ഒക്കെ പറ്റുമ്പോഴേ ക്രൂസ് ചെയ്ത്, അല്ലാത്ത 80-90 തന്നെ വന്നത്. അത്യാവശ്യം സ്പീഡിലൊക്കെ തന്നെ വന്നത്. അപ്പം ഞാൻ മൈലേജ് നോക്കി പോയായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ നോക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ 22 കാണിച്ചായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് 80 തന്നെ ക്രൂസ് ചെയ്ത് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അല്ലാത്ത ഡ്രൈവിൽ തന്നെ 80-90 കിട്ടി. അപ്പോൾ തന്നെ എനിക്കൊരു വളരെ പറഞ്ഞ സെൽറ്റോസ് ഓടിച്ചും പോയിട്ടുണ്ട്. ഈ സെയിം യാത്ര സെൽറ്റോസിൽ പോയിട്ടുണ്ട് പെട്രോളിൽ. അപ്പോൾ എനിക്ക് അത്ര ഡിഫറൻസ് ചെയ്യാനങ്ങ് അമ്പരുന്നു എന്തോരം വ്യത്യാസം വന്നെന്നുള്ളതിൻ്റെ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമല്ല റൈഡ് കംഫർട്ട്, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സ്പീഡ് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വണ്ടി അതിനെ മാച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 30 lakhs താഴെ. ഈ ഒരു പ്രൈസ് റേഞ്ചിലോ അതോ ഒരു 50 lakhs താഴെയോ? ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് കാരണം ഇപ്പം നമ്മുടെ ഇപ്പം കാരണം ഇതിന് സസ്പെൻഷൻ എന്ന് പറയുന്നത് മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ സെൽറ്റോസിന് എടുക്കുക, ഫ്രണ്ട് മറ്റേ മെക്ഫിയർസണും വരും, ബാക്കിൽ കോയിൽ സ്പ്രിങ്ങും വരും. ആ വണ്ടിയുടെ വില ഇറ്റ് 23-24 lakhs. ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. ഞാൻ ആ വണ്ടിയുടെ ഫീച്ചേഴ്സ് വളരെ ഇഷ്ടമായിരുന്നു ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ്. പക്ഷേ ഡ്രൈവിംഗ് ഫീലും സസ്പെൻഷൻ കംഫർട്ട്, നമ്മളൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയറി പോകും, വണ്ടി അവിടെ ഇടിക്കത്തില്ല, പക്ഷെ അടി നമ്മൾ നല്ലോണം വണ്ടിക്കത് അറിയും. ഇതിൽ അറിയത്തില്ല. നമ്മളൊരു വീല് ഏത് കുഴിക്കകത്ത് വീടെന്ന് പറഞ്ഞാലും ഒരു സ്പീഡിലാണ് പോകുന്നെങ്കിൽ നമ്മൾ ഫീൽ പോലും ചെയ്യത്തില്ല. ഫ്രണ്ടും ബാക്കും ഇതിന് മൾട്ടി ലിങ്കാണ് വരുന്നത്. അപ്പം അതും സെൽറ്റോസിൻ്റെ ബാക്ക് സീറ്റ്, ഞാൻ സെൽറ്റോസിനെ കുറ്റം പറയുമല്ല, എനിക്ക് ആ ഒരു കാറ്റഗറി ഇപ്പോൾ ക്രെറ്റ ആവട്ടെ, സെൽറ്റോസ്, എലവേറ്റ്, ആ ഒരു സെഗ്മെന്റ് ഓഫ് വെഹിക്കിൾസിനെ എല്ലാം കമ്പയർ ചെയ്താലും വരുമ്പോഴേക്കും അതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടും
വളരെ മോശമായിരുന്നു. കാരണം ഫ്രണ്ട് സീറ്റ് കിട്ടുന്ന അതേ ഒരു കംഫർട്ട് ബാക്കി കിട്ടത്തില്ല. Okay. എനിക്ക് ആകെ ഇതായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫീൽ കിട്ടുന്നത് ജീപ്പ് കോമ്പസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അതിന് കിട്ടുന്ന ഒരു ഹൈവേ ഫീൽ ഈ വണ്ടിക്ക് കിട്ടും. എന്നാൽ കോമ്പസിന് മൈലേജ് കുറച്ച് കുറവാണ് ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ. കാരണം ഇറ്റ്സ് എൻ SUV. ഇതിന് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, കോമ്പസിന് ഫീച്ചേഴ്സും ഇല്ല, അകത്തിരിക്കുന്ന ഒരു കംഫർട്ട് കുറവാണ്. ഓവറോൾ റോളിംഗ് ഉണ്ട്. റോളിങ്ങും അല്ല, ഓടിക്കുന്ന ആൾക്ക് മാത്രമേ ഒരു ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. സൈഡിൽ ഇരിക്കുന്നവർക്കൊക്കെ നല്ലോണം ആ ഒരു ജെർക്ക് ഫീൽ ചെയ്യും. മറ്റേ വണ്ടി വലിഞ്ഞ് കയറുമ്പോഴും സ്ലോ ചെയ്യുമ്പോഴും. ഇതിൽ നമ്മൾ സ്പീഡ് ഫീൽ ചെയ്യത്തില്ല, ബോഡി റോളില്ല, ഒരു മൂവ്മെൻറ്റും അറിയത്തില്ല. ഇത് സൗണ്ട് ഇൻസുലേഷനും ഭയങ്കരമാണ്. അത് എനിക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ആകെ തോന്നിയിട്ടൊരു വണ്ടി നമ്മുടെ B60 ആണ്. B60 അകത്ത് ഞാൻ കയറിയപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനെക്കാട്ടിലും സൗണ്ട് ഇൻസുലേഷൻ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതൊക്കെയാണ് ഈ വണ്ടിയുടെ എനിക്കിത് ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട് എനിക്കത് വെച്ചിട്ട്. പിന്നെ ഇതിന് ഹെഡ് ലാമ്പ് വാഷേഴ്സ് വരുന്നുണ്ട്. അതൊരു അന്ന് എനിക്കൊരു കൗതുകമായിരുന്നു. പക്ഷെ അതിനുശേഷം മറ്റേ ജിമിനി ഇറങ്ങി, ഇപ്പോൾ വരുന്ന പല വണ്ടിക്കും ഹെഡ് ലാമ്പ് വാഷേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വർക്കിംഗ് ആണ്. എനിക്ക് അതൊക്കെ ഈ വണ്ടിയുടെ എല്ലാം സെൻസേഴ്സ് പോകുന്നുള്ള പരാതി ഞാൻ മറ്റേ പലയിടത്തും വായിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഇഷ്യൂ ഇതുവരെ ABS സെൻസർ വോക്സ്വാഗണിന്റെ പോകുന്നതാണ്. അത് പോയിട്ടുമുണ്ട്. ഞാൻ 4 എണ്ണം മാറി കഴിഞ്ഞ 1.5 വർഷത്തിൽ. ഫുള്ള് മാറി, എല്ലാത്തിൻ്റെ ഫുള്ള് മാറി. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വണ്ടിയോട് ഇത്ര ഇഷ്ടമുള്ളതിൻ്റെ വേറൊരു പ്രൂഫ് എന്നായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ 2024 ഒരു മിഡ് ആയപ്പോഴാണ് എടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആൻഡ് ഫ്യൂ മന്ത്സ് ആയി. പക്ഷേ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഈ വണ്ടി ഒരു 40,000 കിലോമീറ്റേഴ്സ് ഓടിച്ചു. 40,000 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ എവിടെ പോവാണെങ്കിലും ഇതിലെടുത്ത് പോകാന്നുള്ള ഒരു ബസ്സിൽ പോകുന്നതിനെക്കാട്ടിലും യാത്ര സുഖം. അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോട്ടെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ട്രെയിനിൽ പോകുന്നതിനെക്കാട്ടിലും യാത്ര സുഖം 4 പേർക്കും. സാധാരണ ഡ്രൈവറിനാണ് അല്ലെങ്കിൽ മറ്റേ കോ പാസഞ്ചറിനാണ് കംഫർട്ട്. ബാക്ക് സീറ്റിൽ അങ്ങനെ സ്പേസ് കംഫർട്ട് വരാറില്ല. 4 പേർക്കും സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അപ്പം ഞാൻ 40,000 ഓടിച്ചെന്ന് വെച്ചാലും അതിനിടയ്ക്ക് എനിക്ക് വണ്ടി ഞാൻ 4 തവണ ഓയിൽ ചേഞ്ച് ചെയ്തു, സർവീസ് ചെയ്തു. പിന്നെ ഗിയർ ബോക്സ് സർവീസ് ഒരു തവണ ചെയ്തു. പിന്നെ സെൻസേഴ്സ് മാറിയിട്ടുണ്ട്. അത് ABS സെൻസർ വോക്സ്വാഗൺ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ABS സെൻസറിൻ്റെ. അത് ഇതിന് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സെൻസേഴ്സാണ് വരുന്നത്. എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഏകദേശം? നമ്മുടെ പോളോയ്ക്ക് വരുന്ന സെൻസറിന് കമ്പനി വക 4,000 രൂപ വരുന്നത്. 4,500 രൂപയാണ് ഒരു സെൻസറിന്. ഇതിന് 8,000 രൂപയാണ്. പിന്നെ അത് ഓർഡർ ചെയ്യാൻ സമയം എടുക്കും. കാരണം വോക്സ്വാഗണിൽ അവർ പോളോന്റെ സെൻസേഴ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. കാരണം അവർക്ക് അറിയാം പോളോ വെൻഡോയ്ക്ക് സെൻസേഴ്സ് പോകുന്നതാണ്. ആൾ വരുമ്പോൾ മാറ്റിയിട്ട് കൊടുക്കും. ഇതിന് അതങ്ങനെയല്ല, നമ്മൾ ഓർഡർ കൊടുക്കണം, 1 month അഡ്വാൻസ് പേ ചെയ്യണം. 2 weeks ടൈം എടുത്തു. പക്ഷേ ഇവിടെ അടുത്ത് സർവീസ് സെൻറ്റർ ദൂരെയാണ്. അപ്പം നമ്മൾ പോയി ചെന്ന് അവരത് മറ്റേ കോഡ് സ്കാൻ ചെയ്താൽ അവരത് സാധനം ബുക്ക് ചെയ്തുള്ളൂ. അവരത് സ്കാൻ ചെയ്ത് നോക്കി ഏതാ പോയെന്ന് ഉറപ്പിച്ചിട്ടേ ബുക്ക് ചെയ്തു. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ സാധനം തന്നെ പോയി എന്ന് പറഞ്ഞ് അവർ തന്നെ സ്കാൻ ചെയ്ത് അതിൻ്റെ പൈസ മേടിച്ചിട്ടാണ് അവർ ബുക്ക് ചെയ്യുന്നത്. അതിൻ്റെ എനിക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ ഈ ചൈനീസ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു പോളോൻ്റെ 2,000 രൂപയ്ക്കും കിട്ടും, ഇതിൻ്റെ 3,000 രൂപയ്ക്ക് കിട്ടും. അപ്പം കമ്പനിയിൽ നിന്ന് അത് മേടിക്കുകയാണെങ്കിൽ 2 years വാറണ്ടി വരും. അവർ വീണ്ടും ഇതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ സെയിം സെൻസർ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇതിന് ചൈനീസ് ആയതുകൊണ്ട് ഒന്നുമില്ല. പക്ഷെ അത് പോയാലും പുതിയ മേടിച്ച് വെച്ചാൽ നഷ്ടമില്ല. കാരണം 3,000 രൂപയുടെ സാധനം വരുന്നത്. അപ്പോൾ ഇനി അടിച്ചു പോകുമ്പോൾ മാറാൻ വേണ്ടി നിൽക്കുക, അത് തന്നെ വെക്കത്തുള്ളൂ. ഇനി ഇപ്പോൾ 4 എണ്ണം പോയി. കാരണം അത് പോകാനൊരു കാരണമുണ്ട്, ചുമ്മാ പോകത്തില്ല. ഈ വണ്ടികൾ മഴയത്ത് കിടന്നാൽ മാത്രമേ ABS സെൻസർ കേടാകത്തുള്ളൂ. നിർത്തിയിട്ട് മഴയത്ത് ഇപ്പോൾ പാർക്ക് ചെയ്ത് പോയാൽ, പക്ഷേ എൻ്റെ വണ്ടി മഴയത്ത് ഓടിയ കുഴപ്പമില്ല, ഓടാൻ വേണ്ടി അത് അവിടെ ഒപ്റ്റിമൈസ്ഡ്, അങ്ങോട്ട് വെള്ളം പോകത്തില്ല. നിർത്തിയിട്ടിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുമ്പോൾ അത് ഒഴുകി പോകുമ്പോഴേക്കും ഇതിലൂടെ അടുത്തൂടെ ഒക്കെ പോയിട്ടാണ് ഈ സെൻസറിന് പണി കിട്ടുന്നത്. എനിക്ക് ലാസ്റ്റ് ഇയർ ഈ സമയത്താണ് സെൻസർ പോയത്. ഇപ്പോൾ 2 ആഴ്ച മുന്നേ വീണ്ടും സെൻസർ പോയി. ഈ മഴയത്ത് ഓടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വേറൊരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറയുകയാണ്. ചിലർ വണ്ടി കഴുകിയിട്ടിട്ട് ഇപ്പം ലോങ് ലീവിന് വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവർ കാർ വാഷ് ചെയ്തിട്ട് കാർ കുറച്ച് കയറ്റിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാവർക്കും. വാഷ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു സംഭവം ചെയ്യുമ്പം പല ഇഷ്യൂസും വരും. ടയേഴ്സിന് ഇഷ്യൂ, ബ്രേക്ക് പാഡ്സിന് ഇഷ്യൂസ് വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഓടണം, അല്ലെങ്കിൽ നല്ലതായിട്ട് ഉണങ്ങണം. അതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തിടാവും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞപ്പോഴാണ്, ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീരുമ്പം അതിൻ്റെ വാണിംഗ് വരും വണ്ടിക്കകത്ത്. ബ്രേക്ക് പാഡ് ചെക്ക്, ബ്രേക്ക് പാഡ്സ് ചെക്ക്, ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ചെക്ക്, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ് ബ്രേക്ക് പാഡ്സ് എഴുതി വരും. ബ്രേക്ക് പാഡിൽ വേറെ സെൻസർ ഉണ്ട്. അത് എത്ര സെൻസർ ഈ വണ്ടിക്കകത്തുണ്ട്. അതുമല്ല നമ്മുടെ വാഷർ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ജെറ്റ് വരുന്നത്, അതിലെ വെള്ളം തീർന്നാൽ വരെ അതിന് സിമ്പിൾ കാണിക്കും. അത് തീർന്നിരിക്കാന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കത്തിക്കിടക്കും. അത്രയും സെൻസേഴ്സ് ഈ വണ്ടിക്കകത്തുണ്ട്. അത് ഓടിക്കാൻ വേണ്ടി ഒരു വലിയ ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഒരു അത്യാവശ്യം എക്സ്പെൻസീവ് സാധനമായിരുന്നു. സാധാരണ ഒരു കാറിൻ്റെ ബാറ്ററിക്ക് 4,000, 5,000, 6,000 ഒക്കെ വരുന്നത്. ഇതിൻ്റെ ബാറ്ററിക്ക് 16,000 രൂപയാണ്. അപ്പം പക്ഷെ അതൊരു ബാറ്ററി ചേഞ്ച് എന്ന് പറയാൻ എല്ലാ 4 വർഷവും മാറുക എന്നുള്ളതാണ്. അതൊരു എക്സ്പെൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ ചെയ്യത്തില്ല. കാരണം ഇറ്റ് കംസ് ഇൻ ദ ജനറൽ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് തരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും സെൻസേഴ്സ് റൺ ചെയ്യണമെങ്കിൽ വണ്ടി എപ്പോഴും കോൺസ്റ്റന്റ്ലി ഇതിലെല്ലാം കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം
അതുകൊണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഡെയിലി ഓടിക്കാമെങ്കിൽ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും എവിടെയൊക്കെ ലോങ് പോവുകയാണെങ്കിൽ മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ ഇതിന് കംപ്ലയിൻസ് വരും എന്നുള്ളൊരു കാര്യമുണ്ട്. ഓടിക്കാൻ പ്ലാനുള്ള മാത്രം 40,000 കിലോമീറ്റേഴ്സ് 1 ഇയറിൽ ഓടിച്ചുകൊണ്ട് എനിക്ക് ജനറൽ ഓയിൽ സർവീസ് മാത്രമേ ഉള്ളൂ മാറുന്നത്. അത് ഓയിൽ സർവീസും വലിയ എമൗണ്ട് വന്നിട്ടില്ല. അത് 5,000 താഴെ. 5,000 അല്ല, ഇതിന് ഓയിൽ ഇരിക്കും. ഞാൻ ഓയിൽ കുറച്ച് നല്ല ഓയിലാണ് ഒഴിക്കുന്നത്. കാസ്ട്രോളിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. സോറി, ഇതാ ഓക്കെ. അപ്പം വേറെ ഓയിൽ ഒഴിക്കാം, പക്ഷേ ഇത് സിന്തറ്റിക്. നമ്മൾ ഡ്രൈവിംഗ് അത്ര സ്മൂത്ത് ഡ്രൈവിംഗ് അല്ല, അധികം ചവിട്ടി പിടിച്ച് ഓടിക്കുന്നില്ലെങ്കിൽ സാധാ ഓയിൽ ഒഴിച്ചാൽ മതി. ഞാൻ അത്യാവശ്യം എഞ്ചിൻ ചൂടാകുന്ന പോലെ ഓടിക്കുന്നത്, അതുകൊണ്ട് നല്ല ഓയിൽ ഒഴിക്കുക എന്നുള്ളതാണ്. ഓയിലിനാണ് 4,000 രൂപ വരുന്നുണ്ട്. അപ്പം ബാക്കിയെല്ലാം കൂടി 7-8 രൂപ വരത്തുള്ളൂ. പക്ഷേ ഓയിൽ നിങ്ങൾ കുറച്ചുകൂടി ചീപ്പ് നോക്കുകയാണെങ്കിൽ, ചീപ്പല്ല, അഫോർഡബിൾ. കാരണം ഓയിൽ അവരുടെ മറ്റേ സാധാ ഓയിലും ഓക്കെയാണ്. ലൈക്ക് കാസ്ട്രോൾ എഡ്ജ് അല്ലാത്ത വേരിയൻസും ഇറ്റ്സ് എ ഗുഡ് ഓയിൽ. പക്ഷേ അത് ഇൻട്രോയിൽ കുറച്ച് പെട്ടെന്ന് മാറണം. ഓക്കെ. എന്നാലും ഇതിൻ്റെ കമ്പനി 15,000 പറയുന്നത്. പലരും 15,000 കൊണ്ട് ചെയ്തിട്ടാണ് അവർക്ക് ഇഷ്യൂസ് വരുന്നത്. 15,000 ചെയ്യരുത്. 15,000 എന്ന് വോക്സ്വാഗൺ പറയുന്നത് കോൺസ്റ്റന്റ് റണ്ണിങ്ങിലാണ്. ഒരു ഹൈവേ റൺസ് അത്രയും 15,000 തന്നെ ഓടുവാണെങ്കിൽ ഓക്കെ, എഞ്ചിന് അത്ര സ്ട്രെസ് വരത്തില്ല, അതിൻ്റെ മറ്റേ വെയർ ആൻഡ് ടയർ കുറവായിരിക്കും, ഓയിൽ അത്ര ഹീറ്റ് ആകത്തില്ല, കാരണം എയർ ഫ്ലോ ഉണ്ട്, കൂളിംഗ് ഉണ്ട്. പലരും സിറ്റിയിൽ തന്നെ കിടന്ന് പയ്യെ ഓടി വല്ലപ്പോഴും ഓണാക്കിയൊക്കെ എടുത്തിട്ടാണ് ഈ 17,000 കിലോമീറ്റർ ഓടിച്ചിട്ട് പ്രശ്നമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് റണ്ണിങ് ലോങ് തന്നെ ഓടുവാണെങ്കിൽ 15,000 ചെയ്യാം. പക്ഷേ എനിക്ക് സിറ്റി റൺസും കൂടെ ഉണ്ട്. സിറ്റി റൺസ് കൂടെ ആയതുകൊണ്ട് ഞാനൊരു 8,000, 9,000, 10,000 ചെയ്യും. അത് ശരി. അതും നമുക്കറിയാം, വണ്ടിയുടെ മൈലേജ് കുറയും, പെർഫോമൻസ് ചെറിയ ഡിഫറൻസ്, എഞ്ചിൻ നോയ്സ് കുറച്ച് മാറും. അങ്ങനെയൊക്കെ അറിയുമ്പോൾ തന്നെ കൊണ്ട് മാറ്റുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഹാപ്പിയാണ്, വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. ബ്രോ ഇംഗ്ലീഷിന്റെ അധ്യാപകനാണെന്നല്ലേ പറഞ്ഞത്? അതെ, എനിക്ക് കേട്ടിട്ട് ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുടെ കൂട്ട് ഫീൽ. ഞാൻ ഇതിന്റെ കുറെ പേപ്പേഴ്സും മറ്റേ ഫോറംസ് മറ്റേ ടീം BHP ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ചുമ്മാ ഇരുന്ന് വായിക്കും. അധ്യാപകനായതുകൊണ്ട് ഒരു വായിക്കേണ്ട ഒരു നാക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വായിക്കാൻ താല്പര്യം. അപ്പം പിന്നെ കുറെ യൂട്യൂബ് വീഡിയോസ് കാണും. പല വണ്ടികളുടെയും റിവ്യൂസ് കാണുന്നത് കൊണ്ട് കുറെ കമ്പോണൻസിന്റെയും കുറെ കാര്യങ്ങളുടെയും പകുതി വിവരമുണ്ട്, അങ്ങനെ ഫുൾ വിവരമില്ല. അതേതായാലും കുറേ പേർക്ക് കൂടി അറിയാനായിട്ട് പറ്റിയതല്ലേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് നമ്മുടെ ചാനലിലെ മെയിൻ ഉദ്ദേശം, ഒരാൾക്കുള്ള അറിവിനെ പലരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആദ്യമേ ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണ്, ഇപ്പം ഫസ്റ്റ് വണ്ടി നോക്കി എടുത്തു, ആ ഒരു വണ്ടിയും കൊണ്ട് ലോങ് ഡ്രൈവ് ചെയ്ത് കേരളം വരെ വരാൻ തോന്നിയ ഒരു കോൺഫിഡൻസിനെ പെട്ടെന്നൊരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ എന്താണ് എൻ്റെ ഒരു പോയിന്റ്സ്? കാരണം ഞാൻ ആ വണ്ടി എടുത്തപ്പം ഞാൻ ആ ഓണറോട് അത്യാവശ്യം കമ്പനിയായിട്ടാണ് എടുത്തത്. ഞാനത് ഒരു ട്രെയിൻ കയറി ഉദയപൂർ പോയി ഫസ്റ്റ് വണ്ടി കണ്ടു, എന്നിട്ട് അഡ്വാൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വണ്ടിയുടെ കംപ്ലയിൻസ് കാര്യം സംസാരിച്ചു. പുള്ളി തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതാണ്. പുള്ളി NOC ഒക്കെ എടുക്കാൻ എൻ്റെ കൂടെ ഹിമാചൽ വരിക ചെയ്തത്. അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. ട്രാൻസ്പോർട്ട് നമ്മൾ ആദ്യം ആക്ച്വലി എന്താ പറയുക, ഹിമാചൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ പുള്ളിയോടെ ഞാൻ വണ്ടി ഓടിച്ചില്ല, ഞാൻ വണ്ടിക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ അത്രയും ഇമ്പ്രസ്ഡ് ആയെന്ന് ചോദിച്ചാൽ ആയിട്ടില്ല, കാരണം എനിക്ക് വണ്ടിയുടെ ആ ഒരു പുള്ളി അറിയത്തില്ല. കാരണം പുള്ളിക്ക് വണ്ടി എനിക്ക് തരാൻ വരെ പേടിയായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലായി ഇറ്റ് ഈസ് പ്രോപ്പർലി സിംഗിൾ ഓണർ യൂസ്ഡ്. പിന്നെ ഡാമേജ് ആയിട്ടൊന്നും വണ്ടിയുടെ ടയേഴ്സ് ആണെങ്കിലും യോക്കോഹോമ ടയേഴ്സാണ് കിടന്നിരുന്നത്. അപ്പം ഒരു നല്ല ക്വാളിറ്റി ടയർ ഇട്ടേക്കുന്നത് JK ടയറാണ്. അത് എനിക്ക് ഇത്ര റണ്ണിങ് ഉള്ളത് കൊണ്ട് ടയർ മാറേണ്ട ആവശ്യം വരും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ടയറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇടാൻ കാരണം, ഞാൻ പിന്നെ പറയാം. ഓണറിൻ്റെ കേസിൽ അത്രയും പ്രോപ്പറായിട്ട് കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ ബോഡി ആണെങ്കിലും ഞാനിപ്പോൾ കുറച്ചൊക്കെ പാർട്സ് പെയിൻറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം, വോക്സ്വാഗണിൻ്റെ ഈ CBU മോഡൽസ് അന്നിറങ്ങിയ വണ്ടികൾക്ക് 12 ഇയർ പെയിൻറ്റ് വാറണ്ടി ആയിരുന്നു. 12 വർഷം പെയിന്റ് വാറണ്ടി. ഞാൻ അത് കഴിഞ്ഞ കറക്റ്റാണ് മേടിച്ചത്. പക്ഷെ 12 വർഷം വരെ പെയിന്റ് കൊറോഷൻ, പെയിന്റ് ബബിളിങ് എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു വോക്സ്വാഗൺ പോളോക്കൊക്കെ 6 ഇയറോ 4 ഇയറോ ആയിരുന്നു. പക്ഷേ ജെറ്റയ്ക്കും പസാറ്റിനും 12 ഇയേഴ്സ് പെയിന്റ് വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇതിപ്പോഴും സ്റ്റോക്ക് പെയിന്റാണ്. ഇത് 12 വർഷമായിട്ടും ഒരു ഫെയ്ഡ് എന്നല്ല, പുള്ളി വണ്ടി അവിടെ പുറത്ത് വേറൊരു ഞാൻ പറയാം, ഈ വണ്ടി വെയിലത്ത് ആണ് കിടന്നിരുന്നത് കൂടുതലും. പക്ഷേ അവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലഡ് വണ്ടി എടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. 2018 മുന്നേയുള്ള വണ്ടിയാണല്ലോ അത്. ജയ്പൂരിൽ അവിടെ ഒന്നും ഫ്ലഡ് വരത്തില്ല, അവിടെ ഫുൾ എൻ്റെ EV സെൻസർ വഴി മാറിയിട്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് ഓടിച്ചിട്ട് വരുന്ന മഴയത്ത് മഴ കിട്ടിയപ്പോഴാണ് ഈ വണ്ടി ആദ്യമായിട്ട് സെൻസർ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ മോയ്സ്ചർ കാരണമാണ് ഇഷ്യൂ വരുന്നത്. അവിടെ മോയ്സ്ചറിന് സാധനമില്ല. അപ്പം മോയ്സ്ചറിന് ഇഷ്യൂ ഉണ്ടായിട്ടുമില്ല. പിന്നെ അല്ല, ഇതിൻ്റെ സ്റ്റോക്ക് പെയിൻ്റ് ആണ്. ഇവിടെയും സ്റ്റോക്ക് പെയിൻ്റ് ആണ് ഇപ്പോഴും. ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഓടിന് ഇടയ്ക്ക് അവിടെ കുറേയൊക്കെ ചെയ്തു. നല്ല പെയിൻറ്റിംഗ് ആണല്ലോ. പെയിൻറ്റ് അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും ഒരു വണ്ടി ഏത് വണ്ടിയാണെങ്കിലും അത്രയും ഫെയ്ഡ്. ഇപ്പം ഇത് ഫ്രഷ് പെയിൻറ്റും മറ്റേ പഴയ പെയിൻ്റ് ആണെങ്കിലും വലിയ ഡിഫറൻസ് സത്യം കാണാൻ പറ്റുന്നില്ല. അത്രയും ഹൈ ക്വാളിറ്റി പെയിൻ്റ് ആണ് ഈ വണ്ടിക്കുള്ളത്. ഈ ടയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയത് എനിക്ക് 215 55 16 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിത് 215
60 ആക്കി. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ടയറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടും. കാരണം വണ്ടിയുടെ റോളിംഗ് റെസിസ്റ്റൻസ് കുറച്ചുകൂടി കുറവായിരിക്കും, ടയറിൻ്റെ ഓവറോൾ ഡയമീറ്റർ കുറയും. ഓക്കെ. പക്ഷേ പിന്നെ കുറച്ച് പെർഫോമൻസും കിട്ടും. പിന്നെ മൈലേജ് 55 പ്രൊഫൈലുള്ള ടയർ. 55 എന്ന് വെച്ചാൽ വണ്ടിയുടെ ഈ ടയർ പ്രൊഫൈൽ കുറയുവാണെങ്കിൽ പെർഫോമൻസും കൂടും, മൈലേജും കൂടും. ഓക്കെ. പക്ഷേ ഈ പ്രൊഫൈൽ കൂടുവാണെങ്കിൽ മൈലേജ് കുറയും, കംഫർട്ട് പെർഫോമൻസും കുറച്ച് കുറയും. കംഫർട്ട് എന്നല്ല, സസ്പെൻഷൻ ഡാമേജോ അലോയ് ഡാമേജോ കുറയും. വണ്ടിയുടെ ഹൈറ്റ് കുറച്ച് കൂടും, ക്ലിയറൻസ് കുറച്ച് കൂടും. 4 വീലിൽ മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ ഒരു 5 mm ക്ലിയറൻസ് വണ്ടിക്ക് താനെ കൂടും. ഓക്കെ. അപ്പോൾ നമുക്ക് ലോങ് പോകുമ്പോൾ കുഴിക്കകത്ത് വീണാൽ അടി ഇടിക്കത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ ടയർ ഇട്ടത്. പിന്നെ ഇത് വളരെ വളരെ അഫോർഡബിൾ ഒരു ടയറാണ്. ബിലോ 10,000. 6,000. ഇത് വണ്ടി മതിയെന്ന് വെച്ചാൽ പോരാ. ഡ്രൈവിങ്ങിൽ ചെറിയൊരു ബോഡി റോൾ കുറച്ച് വന്നിട്ടുണ്ട്, പക്ഷെ അത് അത്ര ഇവിടെ നിന്നല്ല. വണ്ടി കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അതുകൊണ്ട് വണ്ടിയുടെ സെൻസസ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ്. പക്ഷെ പണ്ടത്തെ ആ ഒരു പ്രൊഫൈലിൽ ഡ്രൈവിംഗ് നമുക്ക് നല്ലോണം അറിയായിരുന്നു, അത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ കുഴിയിലൊക്കെ വീഴുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയപ്പോൾ അത് മാറി. പക്ഷേ കംഫർട്ട് ഓവറോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ ടയറിൻ്റെ കാര്യം ഞാൻ മാറ്റിയത് ഇതിനു വേണ്ടിയായിരുന്നു. ഓക്കെ. പിന്നെ അവിടുന്ന് മുംബൈ വരെ ഓടിച്ചു. മുംബൈയിൽ നിന്ന് നേരെ ഞാൻ അവിടെ മറ്റേ ഹിമാചൽ പോയപ്പോഴേക്കും ആ പുള്ളി പോയി NOC ഒക്കെ റെഡിയാക്കി എന്നെ പുള്ളി തിരിച്ചുകൊണ്ട് വിട്ടിട്ടാണ് പുള്ളി എനിക്ക് വണ്ടി തന്നത്. അത്രയും കാര്യങ്ങൾ പുള്ളി ചെയ്തു തന്നു. അപ്പോൾ അതുപോലെ ഒരു ഡെഡിക്കേഷനോടെ ചെയ്യുന്ന ഒരു ഓണർ ആണെങ്കിൽ പിന്നെ പുള്ളി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ കോൺടാക്റ്റിലുണ്ട്. പുള്ളി ഇപ്പോഴും ഈ സ്റ്റിൽ ടോക്സ് ടു മീ ആഫ്റ്റർ 1.5 years. അപ്പോൾ അങ്ങനത്തെ ഒരു ആളെ മനസ്സിലായപ്പോൾ മനസ്സിലായി വണ്ടി നല്ല കണ്ടീഷനാണ്. പണി കിട്ടിയാലും പുള്ളിയെ സഹായിക്കും. പിന്നെ പുള്ളി മാറിയത് പാർട്സ് ഒക്കെ മാറിയതിൻ്റെ പുള്ളി ഇത് ഗറാജിൽ കൊണ്ട് മാറ്റിയായിരുന്നു. അവസാനത്തെ ഒരു മെയിൻ കമ്പോണൻസ് അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഒരു പേജുള്ള ഒരു ഗറാജ് ആയിരുന്നു. അതിൻ്റെയൊക്കെ റീൽസും അല്ലെങ്കിൽ ലിങ്കും എനിക്ക് അയച്ചു തന്നു. അതൊക്കെ കയറി നോക്കിയിട്ടാണ് ഞാനിത് എടുത്തത്. ഓക്കെ. ഇപ്പോഴത്തെ കേരളത്തിൽ കിട്ടുന്ന മിക്ക പസാറ്റിനും ആ ഒരു മേജർ കമ്പോണൻസ് ഒക്കെ റിപ്പയർ വരാൻ നിൽക്കുന്ന വണ്ടികളാണ് ഈ വില കുറച്ച് കിടക്കുന്നത്. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടായികയില്ല, പക്ഷേ അതുപോലെ മറ്റേ അകത്ത് എഞ്ചിൻ ലൈറ്റും കത്തി കിടക്കും. എഞ്ചിൻ ലൈറ്റ് അല്ല, സെൻസർ ലൈറ്റ്സ് എല്ലാം കത്തി കിടക്കും. അത് മാറണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ. അതെല്ലാം നോക്കി കണ്ട് മാത്രം നോക്കുന്നവരെടുക്കുക. അതെ. അപ്പോൾ ഇതിനെ ഒരു ബിലോ 10 lakhs കിട്ടിയെന്ന് പറഞ്ഞപ്പം ഒരു പ്രീമിയം സെഗ്മെന്റ്സ് അല്ലെങ്കിൽ BMW, Audi A4 അപ്പോൾ A4 വെച്ച് കമ്പയർ ചെയ്യാം. ഇത് ശരിക്കും സൂപ്പർബിൻ്റെയും അല്ലെങ്കിൽ അക്കോർഡിൻ്റെയും അതിൻ്റെയൊക്കെ കോമ്പറ്റീറ്റർ ആണ്. ഇതിൻ്റെ ഒരു ഫാക്ടറി വണ്ടി വിറ്റുപോകത്തിൻ്റെ ഒരു കാരണം ഞാൻ നോക്കിയത്. കാരണം ആ സമയത്ത് 2012 Audi A4 പെട്രോൾ വേരിയന്റ് സ്റ്റാർട്ടിങ് 27 lakhs ആയിരുന്നു. അന്ന് ഇതിന്റെ പ്രൈസ് 25 lakhs ആയിരുന്നു. ഡീസലാണ്, DSG ആണ്, കുറെ ഫീച്ചർ ഉണ്ട്. പക്ഷേ ഒരു Audi 2 lakhs കൂടുതൽ കൊടുത്താൽ പെട്രോൾ ആണെങ്കിൽ Audi കിട്ടുമല്ലോ. അതിന് ഫീച്ചറൊക്കെ വളരെ കുറവാണ്. സീറ്റ് പവർ അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ട്, കുറെ നല്ല ഫീച്ചേഴ്സ് ഇല്ലെന്നല്ല, കുറെ ഫീച്ചേഴ്സ് അതിനുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ലിസ്റ്റ് അതിനില്ല. പക്ഷേ ആരും നോക്കത്തില്ല. ബ്രാൻഡ് വാല്യൂ നോക്കി എടുത്തത് കൊണ്ടാണ് ഈ വണ്ടി അങ്ങനെ വിറ്റ് പോകാൻ. അവസാനമൊക്കെ പുള്ളി എന്നോട് നമ്മുടെ ഫസ്റ്റ് ഓണർ തന്നെ പറഞ്ഞത്, പുള്ളി ഈ വണ്ടി എനിക്ക് 4 lakhs 5 lakhs ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്. ഓഹോ, അത് ശരി. അപ്പോൾ അത് അവർ ആ സമയത്ത് അത്രയും ഡിസ്കൗണ്ട് അപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇയർ ബാക്ക് വണ്ടിക്ക് വീണ്ടും കൊടുത്തു വേണം. അപ്പോൾ അത്രയും ഇപ്പം നമ്മുടെ വോക്സ് വാഗൺ പുതിയ പറഞ്ഞാൽ വന്നല്ലോ, ആർലൈൻ ടിഗ്വാൻ ആർലൈൻ വന്നല്ലോ. അതിന് ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് 4 മാസം ആയിട്ടില്ല. ഇപ്പം തന്നെ അതിന് 6 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഇപ്പോഴേ വരുന്നുണ്ട്. അതിന് അടുത്ത വർഷം 10 ലക്ഷം രൂപ കുറച്ചൊക്കെ ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ സെൽറ്റോസ് മേടിക്കുന്ന സമയത്ത് എനിക്ക് വോക്സ് വാഗണിലെ T-Roc എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേ എനിക്ക് അന്നും വീട്ടിൽ പോളോ ഉള്ളതാണ്. അപ്പോൾ അന്നും ഒരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ പോളോവിൻ്റെ ഒരു സ്പേസ് ഉള്ള വേരിയന്റ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇത് അന്വേഷിച്ച് നടന്ന് അന്ന് അത് 1000 യൂണിറ്റേ വിൽക്കത്തുള്ളൂ ഇയർലി. അപ്പോൾ അന്ന് അവരുടെ സ്റ്റോക്ക് തീർന്നായിരുന്നു. അപ്പോൾ ഒരു ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അപ്പോൾ അത് അവർ അന്ന് 45 lakhs ഓൺ റോഡാണ് അവർ കൊടുത്തോണ്ടിരുന്നത്. അന്ന് അതിൻ്റെ മറ്റേ MRP ഫുൾ പ്രൈസ് വന്നിരുന്നത്. എക്സ്ട്രാ ഓൺ റോഡ് വന്നിരുന്നത്. അതിന് 10 ലക്ഷം രൂപ അന്ന് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡിസ്കൗണ്ട്സ് വരുന്നതും അങ്ങനെ വെച്ചിട്ട് വണ്ടി അങ്ങനെ വിറ്റുപോയിട്ടില്ല. അതെനിക്ക് വിഷമമുണ്ട്. കാരണം അപ്പോഴും ഓടിക്കും ബ്രാൻഡ് വാല്യൂ എപ്പോഴും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അന്ന് 27 lakhs ഓടി ഈസ് എ വെരി ഗുഡ് ഡീൽ. പെട്രോളാണ്, പക്ഷേ CVT പെട്രോളൊക്കെ വന്നിട്ടിരുന്നത്. പക്ഷേ ആ ഒരു ഫാക്ടറാണ് ഈ ഒരു വണ്ടി അങ്ങനെ ആരും കാണാതെ പോയത്. പക്ഷെ എനിക്കത് കണ്ടപ്പോഴേക്കും, ഫീച്ചർ ലിസ്റ്റ് കണ്ടപ്പോഴേക്കും ഒക്കെ ഞാനൊരു ജെറ്റ് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി. അതിൻ്റെ ഒരു കാരണത്താലാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ഓണറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഓണർ വളരെ ഞാൻ വിശ്വസ്തനായിട്ട് ഫീൽ ചെയ്തു. അതെ, വിശ്വസ്തൻ എന്നല്ല, ഒരു കുറച്ച് വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടീനെ നല്ല സ്നേഹത്തോടെ നോക്കുന്ന ഒരാളാണ്. വണ്ടി നല്ലോണം പണിതിട്ട് വണ്ടി നല്ലോണം മെയിൻ്റെനൻസ് ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയും 7,000-8,000 ഓയിൽ മാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സർവീസ് റെക്കോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എടുത്തില്ല. കാരണം എനിക്ക് ഓടിച്ചപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. 1 lakh ഓടിയ വണ്ടി, ഞാൻ വണ്ടി എടുത്തപ്പം 1,05,000 1,04,000 എന്തോ ആയിരുന്നു ഓടിയിരുന്നത്.
മനസ്സിലാകാമല്ലോ. അപ്പോൾ തന്നെ അത് അത്ര ഓടിയിട്ടില്ല, വളരെ സ്മൂത്ത് വണ്ടി. ഞാനിങ്ങോട്ട് വന്നത് മുംബൈ വഴിയാണ് വന്നത്. അപ്പോൾ ആ റൂട്ട് വന്നപ്പോൾ തന്നെ അതിന് ഇപ്പം ഇവിടെ NE4 വർക്ക് കിടക്കുകയാണ്. മറ്റേ 8 ലൈൻ എക്സ്പ്രസ് വേ ആയിരുന്നു കുറേയൊക്കെ. അവിടെയൊക്കെ ഓടിച്ചപ്പം 120 പോകുന്നത് നമ്മൾ അറിയത്തില്ല, അത്രയും എഫേർട്ട്ലെസ് ആയിട്ടും മൈലേജ് 120 പോകുമ്പോഴും നമുക്കൊരു 18 കാണിക്കും. അപ്പോൾ നമ്മൾ ഇത്ര മൈലേജ് ഈ സ്പീഡിൽ കിട്ടുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച്. ലൈവ് മൈലേജ് കാണിക്കും അല്ലേ? ലൈവ് മൈലേജും കാണിക്കും, ആവറേജും കാണിക്കും, പല സാധനത്തിൽ കാണിക്കും. അത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം. അപ്പോൾ അകത്ത് നിന്നിട്ട് പറയാം, അകത്ത് കുറേ പറയാനുണ്ട്. അതിന് മുന്നേ നമുക്ക് പുറത്തെ ഫീച്ചേഴ്സ് കൂടെ ഒന്ന് പറയാം പെട്ടെന്ന്. ഇതിന്റെ ഞാൻ പറഞ്ഞ ഹെഡ് ലാമ്പ് വാഷർ ഉണ്ട്, പിന്നെ ഇതിന് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. സാധാരണ വണ്ടികൾക്ക് ഫ്രണ്ട് പാർക്കിംഗും റിയറും വരുന്നുണ്ട് ഇപ്പോഴത്തെ വണ്ടികൾക്ക്. പക്ഷേ ഇതിന് മറ്റേ 12 സെൻസേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ 4 ഡോറിലും ഓരോ സെൻസേഴ്സ്, പിന്നെ ബാക്കിലത്തെ 4 സാധാ റിയർ പാർക്കിംഗ് സെൻസേഴ്സ്. ഈ ഡോർ സെൻസേഴ്സ് നമ്മുടെ കീലെസ് എൻട്രി ആയിട്ട് വർക്ക് ചെയ്യും. 4 ഡോറിലും കീ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ബാക്ക് ഡോറിൽ കയറാനാണെങ്കിലും ജസ്റ്റ് കൈ അകത്തിട്ടാൽ മതി, വണ്ടി അൺലോക്ക് ആവും. പിന്നെ ലോക്ക് ചെയ്യാൻ മറ്റേ ഫോർഡ് എക്കോ സ്പോർട്ടറൊക്കെ വരുന്ന കണക്ക് തൊട്ട് കഴിഞ്ഞാൽ ലോക്ക് മെക്കാനിസം 4 ഡോറിലും ഉണ്ട്. അതൊരു വളരെ റെയർ ഫീച്ചറാണ്. ഞാൻ അങ്ങനെ അതും ഈ പ്രീമിയം കോമ്പസ് ടോപ്പ് മോഡലിൽ പുതിയ വേരിയന്റിലുണ്ട്, പഴയതിലില്ലായിരുന്നു. ഫേസ് ലിഫ്റ്റിൽ ഉണ്ട്, പക്ഷെ അതിന്റെ പ്രൈസ് ഒരു 36 ലാക്സിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഈ ഒരു ഫീച്ചർ ഒരു 6 ലക്ഷം രൂപ കിട്ടി. അത് വർക്കിംഗ് ആണ്. 12 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അത് മാറേണ്ടി വന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് വളരെ ഹൈ ആയിരിക്കും. പക്ഷേ ഇത്രയും ഓടിയിട്ടും ഇത്രയും പേരെ പിടിച്ച് വലിച്ചിട്ടും ആ ഡോർ ഒരു കമ്പോണന്റും കേടായിട്ടില്ല. ഇതിൽ എല്ലാ സെൻസേഴ്സും വർക്കിംഗ് ആണ്, എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. അത് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ഫാക്ടറാണ്. അതെല്ലാം ഒത്തുവന്നൊരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെഡ് ലാമ്പ് വാഷേഴ്സ്, പിന്നെ ഇതിന് ഓട്ടോ ലെവലിംഗ് ഹെഡ് ലാംപ്സ് ആണ്. നമ്മൾ സ്പീഡ് കൂടുന്തോറും ഹെഡ് ലാംപ്സ് മറ്റേ പൊങ്ങും താഴുകയും ചെയ്യും. പിന്നെ നമ്മൾ ജസ്റ്റ് കോർണർ കിടക്കുമ്പോൾ സ്ലൈറ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരികെയും ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീക്വൻസ് ഇങ്ങനെ കാണാം, എൻ്റെ ലൈറ്റ് ഇങ്ങനെ അതെ, ആ സാധനം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പക്ഷേ ഒരു ഡ്രോബാക്ക് എന്ന് പിന്നെ പറയാം അല്ലേ? അത് പറഞ്ഞു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹെഡ്ലൈറ്റ് ത്രോ കുറച്ച് മോശമാണ്. വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇത് HID ആണ്. അപ്പോൾ ഈ യെല്ലോയിഷ് ലൈറ്റാണ് വരുന്നത്. നമുക്ക് വിസിബിലിറ്റി കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് രാത്രികളിൽ ഓടിക്കും, എതിരെ വണ്ടികൾ വെട്ടോടിക്കും. അപ്പം ഹെഡ് ലാമ്പ് വാഷറായി, ഓട്ടോ ലെവലിംഗ് ഹെഡ് ലാംപ്സ് ആയി, സെൻസേഴ്സ് ആയി. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ മറ്റേ ബ്രേക്ക് പാഡ് പെയർ സെൻസറും അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ മിററിൽ ഇതിന് വേണ്ടി പഡൽ ലാംപ്സ് വരുന്നുണ്ട്. അപ്പം ഡോർ തുറക്കുമ്പോഴേക്കും നിലത്തോട്ട് ലൈറ്റ് പ്രൊജക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും അല്ല, മിറേഴ്സ് ആണെങ്കിൽ പോലും ഇതിന്റെ മിറേഴ്സ് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ്. സാധാരണ വണ്ടിക്ക് ഇന്റേണൽ IRVM-നാണ് ഓട്ടോ ഡിമ്മിങ് വരുന്നത്. അപ്പം ഒരു ബാക്കിലൊരു നല്ല ബ്രൈറ്റുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിറേഴ്സ് എല്ലാം ഇങ്ങനെ കത്തി നിൽക്കും. ഇതിനകത്ത് ഒരു IRVM ഡിമ്മാവെന്ന് കണ്ടിട്ട് തന്നെ അത് ബാക്കി രണ്ടും ORVMസും ഡിമ്മി. ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ആ ഒരു ഫീച്ചർ ഈ വണ്ടിക്ക് പ്രോപ്പർലി വർക്കിംഗ് ആണ്. പുതിയ A6 മെട്രിക്സിനൊക്കെയാണ് ആ ഫീച്ചർ വന്നിരുന്നത്. അത് ഇതിന് 2012 ഉണ്ട്. പിന്നെ 4 ഡോർ എൻട്രി, പിന്നെ റിയറിൽ ബൂട്ട് ഓപ്പണിംഗ് ഇതുണ്ടോ? അതും ചെയ്യാൻ പറ്റും. അതൊക്കെ മറ്റേ ഈ റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതുമല്ല സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കോഡ കോഡിയാക്കിന് DDC എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡൈനാമിക് ചാസി കൺട്രോൾ. മറ്റേ സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ വണ്ടി പോയി ചെന്ന് അതിൻ്റെ ഈ ടെറൈനിൽ കയറുന്ന അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ പുതിയ ഹാരിയർ EV-ക്കൊക്കെ വന്ന സംഭവം അഡാപ്റ്റീവ് സസ്പെൻഷൻ. ഇത്ര മില്ലി സെക്കൻഡ്സ് കൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ സാധനം മറ്റേ ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പസാറ്റ് 2016 മോഡലിന് ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്തോട്ട് സ്ട്രേറ്റ് നമുക്ക് റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സിസ്റ്റംസ് അല്ല, അതിനുള്ള ECU അതിനായിട്ട് കമ്പാറ്റബിൾ ആണ്. അതേപോലെ പല സാധനങ്ങളും റെട്രോഫിറ്റ് ചെയ്ത് ഇതിന്റെ മറ്റേ MID ഡിസ്പ്ലേ ആണെങ്കിലും ഇതിന്റെ ഈ ടച്ച് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു പുതിയ വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഫിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വണ്ടിക്കുണ്ട്, വിത്തൗട്ട് എനി എക്സ്ട്രാ വയറിംഗ് ഓർ എനിത്തിങ്. വേറൊരു സംഭവം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും, ADAS ഇതിൽ ഒരു ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ OLX-ൽ നോക്കിയ സമയത്ത് ഒരു പസാറ്റ് തന്നെ വിക്കേറ്റിട്ടുണ്ടായിരുന്നു, 2012 മോഡൽ. അത് ഇവിടെ കേരളത്തിൽ തന്നെ ആയിരുന്നു. പുള്ളി ചോദിച്ച വില 12 ലക്ഷം രൂപയാണ്. പക്ഷെ ആ വണ്ടിക്കകത്ത് ഈ DDC ആഡ് ചെയ്തിട്ടുണ്ട്, അകത്ത് ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട്, ADAS വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്ത് വെച്ചേക്കുണ്ട്. പക്ഷെ ആ വിലയ്ക്ക് എനിക്ക് ആ ഒരു പഴയ വണ്ടി അന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി. അപ്പം നമുക്ക് വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ എടുക്കത്തില്ല. 12 lakhs ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. വണ്ടി എടുത്തിട്ട് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡൺ ഓൾസോ. അതാണ് അതിന്റെ ഒരു കാര്യം. ലെവൽ 2 ലൈൻ കീപ്പ് അസിസ്റ്റന്റ് ഒക്കെ നമ്മുടെ സ്പീഡോമീറ്ററിനകത്ത് മറ്റേ ഈ ഡമ്മി ബട്ടൺസ് ആയിട്ട് കിടപ്പുണ്ട്. ഓൾറെഡി ഉണ്ട്. ലൈറ്റ് അടിച്ച് പോയാൽ കാണാം. ലൈൻ കീപ്പ് അസിസ്റ്റന്റ് ഒക്കെ അതൊന്നും കത്തത്തില്ല. പക്ഷെ അതൊക്കെ ഒരു കോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിക്ക് സ്പീഡോമീറ്ററിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ വേരിയൻസിനൊക്കെ അത് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ ഇന്ത്യയിൽ അത് അന്ന് ഒരിക്കലും ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അപ്പോൾ അവർ ചെയ്യാത്തതാണ്. ചെയ്താൽ പിന്നെ അതിന് പ്രൈസും കൂടിയാണ്, ആരും അത് മേടിക്കത്തില്ല. അപ്പം ആ ഒരു ഫീച്ചറുണ്ട്. പിന്നെ
ബാക്കിയുള്ള ഓപ്പണിങ് റിമോട്ടിലുണ്ടല്ലോ. ബൂട്ട് ഓപ്പണിംഗ് റിമോട്ടിലുണ്ട്, പക്ഷേ ബൂട്ട് പൊങ്ങി വരത്തില്ല. ജസ്റ്റ് ലോക്ക് ഓപ്പൺ ആണ്. ലോക്ക് ഓപ്പൺ ആ. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ ഫ്ലിപ്പ് ക്യാമറയാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഫ്ലിപ്പ് ക്യാമറ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അത് ക്ലീൻ ചെയ്യണ്ട. എത്ര മഴയത്ത് ഓടിയാലും എവിടെയും ചെന്നത് ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ടും അത് മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ടാത്ത വന്നൊരു ഒരു പാർട്ട്. നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് പുറത്ത് വരും. അപ്പം ക്ലാരിറ്റി ആണെങ്കിലും വോക്സ് വാഗണിൽ വെർച്ചസ്, സ്ലാവിയ, ഒക്ടേവിയ വരെ, ഒക്ടേവിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടേവിയക്ക് ബെറ്ററാണ്. പുതിയ ഒക്ടേവിയയുടെ ക്യാമറ ബെറ്ററാണ്. അതിന് താഴെ വരുന്ന എല്ലാ വോക്സ് വാഗണിലും ഇതിൻ്റെ ക്യാമറ അന്നത്തെ ക്യാമറയാണ് ഇപ്പോഴും ഹൈ ക്വാളിറ്റി. രാത്രിയാണെങ്കിലും ലൈറ്റിംഗ് കണ്ടീഷൻ എത്ര മോശമാണെങ്കിലും ഇറ്റ് വർക്ക്സ് ആൻഡ് ഇറ്റ് ഇസ് വെരി ക്ലിയർ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫീച്ചറുകളെല്ലാം വളരെ ഞെട്ടലോടെ നമ്മൾ പറയുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ കിട്ടിയിരുന്ന വണ്ടികളിൽ കിട്ടുന്ന സംഭവമാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ജർമ്മനിയിലും പുറത്തുള്ള കൺട്രീസിലെല്ലാം കോമൺ ആയിട്ടുള്ള ഫീച്ചറുകളായിരുന്നു അന്ന്. ഇത് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത വർക്കുകളാണ്. അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും ഫീച്ചേഴ്സ് കുറച്ചെണ്ണം മാത്രമേ ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ കയറിയിട്ട് അകത്തുള്ള ബാക്കി അത്ഭുതങ്ങളോടൊന്ന് കാണാം. സോ ഇൻറ്റീരിയറിൽ കയറി ഇനി ഇവിടെയാണ് തുടങ്ങുന്നത്. പുറത്ത് പറഞ്ഞതിൻ്റെ ഡബിൾ ഫീച്ചേഴ്സ് അകത്തുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. പിന്നെ ആദ്യം കയറുമ്പോൾ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു സൗണ്ട് ഇൻസുലേഷനാണ്. ഓക്കെ, ഇൻസുലേഷൻ്റെ പ്രത്യേകത വരാൻ കാരണം ഇതിൻ്റെ ഗ്ലാസ് വരുന്നത് ഇറ്റ് ഇസ് ട്രിപ്പിൾ പ്ലെയിൻ ഗ്ലാസ്. 3 തരം ഗ്ലാസ് വെച്ചാണ് വരുന്നത്. അപ്പം ഗ്ലാസിൻ്റെ കട്ടി അത്രയും തിക്ക് ഗ്ലാസ്സാണ് വരുന്നത്. അത് കാരണം സൗണ്ട് അകത്തോട്ട് വരത്തില്ല. അപ്പം ഇതിൻ്റെ വിൻഡോസ് ഡബിൾ പെയിൻ്റ് ആണ്. ഇതിൻ്റെ വിൻഷീൽഡ് ഫ്രണ്ട് ഭാഗം ട്രിപ്പിൾ പെയിൻ്റ് ആണ്. അതുകൊണ്ട് സൗണ്ട് ഇൻസുലേഷൻ ഇസ് വെരി ഗുഡ്. ഓക്കെ, സോ അതാണ് മുമ്പ് B6 കമ്പയർ ചെയ്തത്. B6 എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേറെ എന്തൊക്കെ ഡബിൾ ആണ്. അതുമല്ല, ഇതിന്റെ ഇന്റീരിയർ മെറ്റീരിയൽസ് ആർ സൗണ്ട് ഡെഡനിങ് മെറ്റീരിയൽസ്. ഇപ്പോൾ ഇതിന്റെ ഈ ബോട്ടിൽ ഹോൾഡർ വരുന്ന സെക്ഷൻ നോക്കുവാണെങ്കിൽ തന്നെ അതൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ, ഫെൽറ്റ് അല്ല, എന്തോ ഒരു സോഫ്റ്റ് ലൈനിങ് വരുന്ന സാധനമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ കാറിൽ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ സ്പീക്കർ ഒത്തിരി വോളിയാക്കിയാൽ കാരണം ഒരു ചെറിയ വൈബ്രേഷൻ വരും. ഇതിന് ആ ഒരു പ്രശ്നമേ വരത്തില്ല. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു കപ്പ് ഹോൾഡർ ആണ്. നമുക്ക് വലിയ കുപ്പി വെച്ചിട്ട് ചെറുത് വല്ലതും വെക്കണമെങ്കിൽ റെഡ് ബുള്ളിലൊക്കെ ക്യാൻ വെക്കണമെങ്കിൽ പ്രസ് ചെയ്താൽ ഇത് വരും. അത് ഒരു സൈസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു ബോട്ടിൽ വെക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസസ് അമേസിങ്. കുറേ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ പ്ലസ് മൈനസ് പാഡൽ ഷിഫ്റ്റർ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇന്റീരിയറിൽ പിന്നെ വരുന്ന ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സെക്ഷനാണ് ഈ വണ്ടിയുടെ. ഇതിൻ്റെ ഈ ഒരു ഫിനിഷ് ആയാലും ഇതിൻ്റെ ഡിസ്പ്ലേ ആയാലും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സോഫ്റ്റ് ടച്ച് ആണ്. നമ്മൾ എവിടെ തൊടും നമുക്ക് ഈ താഴത്തെ ഈ ഒരു ഭാഗം ഒഴിച്ച്, അത് ഇവിടുത്തെ പ്ലാസ്റ്റിക് അത്ര റഫ് പ്ലാസ്റ്റിക് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്, അത് അത്ര റഫും അല്ല. പക്ഷെ ബാക്കിയല്ല, ഇവിടെ നിന്ന് മേപ്പോട്ട് നമ്മൾ എവിടെയൊക്കെ കാണുന്നു, എന്തൊക്കെ കാണുന്നു, എല്ലാം എവറിത്തിങ് ഇസ് സോഫ്റ്റ് ടച്ച്. ഓക്കെ, NVH അതുകൊണ്ട് അടിപൊളിയാണ്. വണ്ടിക്ക് അത്യാവശ്യം എഞ്ചിൻ നോയ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എഞ്ചിൻ നോയ്സ് റണ്ണിങ്ങിൽ നമ്മൾ കേൾക്കത്തില്ല. ഇപ്പം ഐഡിൽ കുറച്ച് കേൾക്കും, പുറത്തുനിന്നെക്കാട്ടിൽ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ റൺ ചെയ്യുമ്പോഴേ നമ്മളിതൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്നൊരു ഇതിന്റെ എഞ്ചിൻ അത് സൗണ്ട് എഞ്ചിനീയറിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് ഇവർ. പെട്രോൾ വണ്ടിയുടെ ശബ്ദം വരാൻ വേണ്ടി രീതിക്ക് ഓടിക്കുന്ന ആൾക്ക് സ്പീക്കർ വഴി ആയിരിക്കും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഡീസൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ തോന്നലേ വരത്തില്ല ഓടി തുടങ്ങുമ്പോഴേക്കും. പിന്നെ ഇതിന്റെ സൺറൂഫ് എല്ലാ വണ്ടിക്കും ഉള്ളതുപോലെ ഒരു സിംഗിൾ പിൻ സൺറൂഫ് ഉള്ളത്. അത് വലിയ അധികം കവർ ചെയ്യേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നു. ഇറ്റ് ഇസ് എ കോമൺ ഫീച്ചറിനോ. പക്ഷേ പിന്നെ ഇതിൻ്റെ എന്താ പറയുക, സ്പീക്കേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു ഫീച്ചർ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ മിറേഴ്സ് ഹീറ്റഡ് മിറേഴ്സ് ആണ്. ഇപ്പം ഇത് ഒരു ജർമ്മൻ ഫീച്ചറാണ്, ഇവിടെ ആവശ്യമില്ല. നമ്മളിപ്പം വളരെ 0 ഡിഗ്രീസ് ഒക്കെ പോവുകയാണെങ്കിൽ മിററിൽ എന്തെങ്കിലും ഐസിങ് പിടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഈ ഒരു സെക്ഷൻ ഇത് കണ്ടോ, ഇവിടെ മിറർ ഹീറ്റ് ചെയ്യും. അപ്പോൾ അത് ചൂടായിട്ട് മിറർ ഡീഫ്രോസ്റ്റ് ആയി വെള്ളമായി പൊക്കോടും. പിന്നെ നമ്മൾ ഇത് ലെഫ്റ്റ് സെക്ഷനിൽ കിടക്കുകയാണ്, നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് മിറർ അഡ്ജസ്റ്റ് ആയി താഴത്തോട്ട് പോയിന്റ് ചെയ്യും റിവേഴ്സ് ഇടുമ്പോൾ. നമ്മുടെ ഇപ്പോഴത്തെ ഫീച്ചറാണ്. പക്ഷെ അത് അധികം അതും അറിയത്തില്ല, പുതിയ വണ്ടികൾ അത് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആ ഫീച്ചർ ഈ വണ്ടിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പിന്നെ പോയി നോക്കിയപ്പോഴാണ് വേറെ ചില വണ്ടികൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഇതിന്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അത് നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് പുറകോട്ട് മുന്നോട്ട് വെക്കാം. ഈ ഒരു സീറ്റ് മേടിച്ചാൽ അത് ഏതെങ്കിലും ബോക്സാണെങ്കിൽ കേട്ടാന്നേ ഉള്ളൂ. പക്ഷേ ഇത് സ്റ്റോക്കായിട്ട് വരുന്നൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് പെർഫെക്റ്റ് ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സീറ്റ് പെർഫെക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ലംബാർ സപ്പോർട്ടും സീറ്റ് മസാജിങ്ങും വരുന്നതുകൊണ്ട് ബാക്കിലത്തെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ലോങ്ങിൽ നമുക്ക് ഒരിടത്ത് ഇരുന്ന് ഫിക്സ് ആയിട്ട് ഇരുന്ന് പോവാം. നമ്മൾ സീറ്റ് അനങ്ങത്തില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഡ്രൈവ് പോകാൻ പറ്റും. പിന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ പറഞ്ഞത് ഇതാണ് ഓട്ടോ പാർക്കിന്റെ സ്വിച്ച്, നമുക്കത് പിന്നെ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിന്റെ മോട്ടറൈസ് കർട്ടൻ, അവിടെയാണ് കർട്ടൻ വരുന്നത്. അവിടെ നോക്കിയാൽ 2 തവണ പ്രസ് ചെയ്താൽ കർട്ടൻ വരുന്നതായിരിക്കും. ഈ ഒരു കർട്ടൻ ഇതൊന്നും ഒരു തവണയും കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇതൊക്കെ സ്റ്റോക്കായിട്ട് വന്ന സാധനമാണ്, നമ്മൾ മാറ്റിയിട്ടുമില്ല. അത് പിന്നെ പ്രസ് ചെയ്താൽ അത് ക്ലോസ് ആവുന്നു. പിന്നെ സീറ്റ്, ഇവിടെയും സീറ്റിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ആക്സസ് ചെയ്യാം. ബൂട്ട്
ബൂട്ട് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. പക്ഷേ ബൂട്ട് അത് നമുക്ക് ഓപ്പൺ ആക്കി ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറുണ്ട്. പിന്നെ ബൂട്ടിന് വളരെ വലിയ ബൂട്ടാണ്, 590 ലിറ്റേഴ്സ് ബൂട്ടാണ്. സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഒരു വണ്ടിയിൽ ഞാൻ 600 ലിറ്റേഴ്സ് വിത്ത് ജസ്റ്റ് അക്കോർഡിൽ അത്യാവശ്യം. അക്കോർഡിൽ 600 അല്ല, അക്കോർഡിൽ റിയർ സീറ്റ് സ്പേസ് കുറച്ച് ഫോക്കസ് ചെയ്ത വണ്ടിയാണ്. 600 അല്ല, തുറന്നു വെച്ചാൽ കുറെ സ്പേസ് വരും. ജസ്റ്റ് ദ ബൂട്ട് ഇതാണ് എനിക്ക് കൂടുതൽ. അതുമല്ല വോക്സ് വാഗൺ സ്കോഡയുടെ ബൂട്ട് മാനേജ്മെന്റ് ഡിഫറെന്റ്. ഇപ്പം സ്കോഡ കുഷാക്കും സെൽട്ടോസിനും ബൂട്ട് സ്പേസിൽ ഓൺ പേപ്പർ സെൽട്ടോസിനാണ് കൂടുതൽ. പക്ഷെ നമുക്ക് പെട്ടി വെക്കാൻ പറ്റുന്നത് ബെറ്റർ ഇറ്റ് ഇസ് ഇൻ കുഷാക്ക്. അവർ സ്പേസ് കുറച്ചുകൂടെ അവർ മാനേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. ഇതിനാ 590 എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര സാധനം ഇട്ട് എനിക്ക് ഇതുവരെ ബൂട്ട് നിറഞ്ഞിട്ടില്ല. വോളിയം മാത്രമല്ല, ഞാൻ എത്ര പെട്ടി കെട്ടി വെച്ചിട്ടും ഇവിടെ 4 പേരുടെയും വലിയ എയർപോർട്ടിൽ പോകാൻ വേണ്ടി 4 പേരുടെയും ലാർജ് പെട്ടി കയറ്റി വെച്ചിട്ടും ഇതിൽ കറക്റ്റ് ഇരുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അതൊരു ഇതുവരെ അതൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് ഈ വണ്ടിയുടെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. പിന്നെ ഇതിന് ആംറസ്റ്റ് പല ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഫ്രണ്ട് ബാക്ക് ആകത്തില്ല. ഇല്ല, അത് ഫ്രണ്ട് ബാക്കിന് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ആകും. നമുക്ക് കൈ വെക്കുമ്പോൾ കൈ ഒരു പോയിന്റിലാണല്ലോ വെക്കുന്നത്. മുന്നോട്ടാക്കുന്നതിന് പകരം ആ ലെങ്ത് ഉണ്ട്. അപ്പം പോയിന്റിന് 2 പേർക്ക് സുഖമായിട്ട് കൈ വെക്കാം. നമുക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല. പിന്നെന്താണ് ഇതിന്റെ ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. ഇതിന്റെ സ്വിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓട്ടോ ഹോൾഡ് വെച്ചാൽ ഓടിക്കുന്നത്. ബെൽറ്റ് ഇടുമ്പോൾ വണ്ടി നീങ്ങും, ബെൽറ്റ് ഊരുമ്പോൾ വണ്ടി താനെ ബ്രേക്ക് ഇടും. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുമല്ല ഇതിന് മറ്റേ പണ്ടത്തെ ഈ ഓടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കീ നമുക്ക് അകത്തോട്ട് വിട്ടിട്ട് ഞെക്കി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. ഓടിയുടെ കീ പോലെ അത് ഇത് വർക്ക് ചെയ്യാണ്ടാകുമ്പോൾ അത് യൂസ് ചെയ്യാം. അത് യൂസിന് വന്നിട്ടില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ കീ കവർ എടുത്ത് കളയണം. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇത് വെച്ചാണ് ഓടിക്കുന്നത്. പിന്നെ റിവേഴ്സ് ക്യാമറ ഒന്ന് കാണിച്ചു. ഏതായാലും ഇരുട്ടി തുടങ്ങിയ സമയമാണ് റിവേഴ്സ് ക്യാമറ. രാത്രിയാണ്. അതിന്റെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. അതും പോരാതെ നമ്മൾ ന്യൂട്രൽ ആണെങ്കിൽ പോലും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് അതും പാർക്ക് ചെയ്യാൻ നേരം റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ ലോട്ട് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്ന കറക്റ്റ് കാണിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് വരും. അത് കുറച്ചുകൂടി പിന്നെ പ്രിസൈസ് ആണ്. സാധാരണ വണ്ടികളുടെ ഒരു കട്ട, 2 കട്ട, 3 കട്ട തട്ടുന്ന രീതിയല്ല. ഇത് വളരെ ഡിസ്റ്റൻസ് അതുപോലെ വെച്ചിട്ട് അത് സൈഡ് സെൻസേഴ്സിന്റെ ശബ്ദം വേറെയാണ്, ഫ്രണ്ട് സെൻസറിന്റെ വാർണിംഗ് സൗണ്ട് വേറെയാണ്, റിയറിന്റെ വാർണിംഗ് സൗണ്ട് വേറെയാണ്, സൈഡിന്റെ വേറെയാണ്. നമുക്കത് നമ്മളിത് യൂസ്ഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കാതെ തന്നെ നമുക്ക് ശബ്ദം വെച്ച് മനസ്സിലാക്കി എവിടെ തട്ടാൻ പോകുന്നത്. നമ്മൾ അത്രയും വെൽ എഞ്ചിനീയർ ആണെന്ന് തന്നെ എനിക്ക് അത്ര എഞ്ചിനീയർ എന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും വെൽ പാക്ഡ് ആണ് ഈ വണ്ടി എല്ലാ രീതിക്കും. ഈ ഫീച്ചറുകളൊന്നും ഇപ്പോഴത്തെ വണ്ടിയിൽ അധികം വരാത്ത. ഇപ്പോഴത്തെ വണ്ടികളിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ കുറെ കാര്യങ്ങൾ വന്നു, എന്നാൽ ഈ പറഞ്ഞ ഓരോ സെൻസേഴ്സിനും ഓരോ സൗണ്ട് എന്നുള്ളൊരു അതൊന്നും അവർ നോട്ടീസ് ചെയ്തില്ല. ഇപ്പൊ എല്ലാവർക്കും നോട്ടീസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എവരിത്തിങ്. ഈ സൺറൂഫ് തന്നെ എടുക്കുക. ഇത് പാനറോമിക് വെച്ച് കഴിഞ്ഞാലും സിംഗിൾ വെച്ച് കഴിഞ്ഞാലും 2 ആഴ്ച ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ഫീച്ചേഴ്സ്. B60 ഡ്രൈവർ സീറ്റിൽ മാത്രമേ പവർ അഡ്ജസ്റ്റ് ഉള്ളൂ. അത് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയ കാര്യം. അത്രയും പൈസ കൊടുക്കുമ്പോൾ ആ അത്രയും പൈസ കൊടുത്ത് എടുക്കുമ്പോഴേക്കും പാസഞ്ചറിനെങ്കിലും മിനിമം റിക്ലൈനെങ്കിലും കൊടുക്കണം. കാരണം ഇതിന്റെ താന്ന വേരിയന്റിന് വരെ ഫോർ വേയിലും മതി. അപ്പൊ അതുപോലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഒരു ഇതുണ്ട്. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സാധാ ക്രൂസ് കൺട്രോൾ അല്ല, അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂസ് എല്ലാം വരും. സ്റ്റിയറിംഗിലൂടെ മോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അകത്ത് വേറെ മാറ്റേണ്ടി വരും. പക്ഷേ ഇതിന്റെ ക്രൂസ് സെപ്പറേറ്റ് ഇവിടെ താഴെയാണ് വരുന്നത്. സെപ്പറേറ്റ് സ്വിച്ച് ആണ് ക്രൂസിന്. കുറച്ചുകൂടി ഇൻറ്റുവേറ്റീവ് ആണ്. പിന്നെ ഇതിന്റെ ബട്ടൺസ് ഒക്കെ സോഫ്റ്റ് പ്രസ് ആണ്. നമുക്ക് ക്ലിക്ക് ശബ്ദം വരത്തില്ല. എല്ലാം ബട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആണ്. സാധാരണ വരുന്ന പ്ലാസ്റ്റിക് ബട്ടൺസ് പോലെ അല്ല. പാഡിലെ ടെക്സ്ചറും ഡിഫറെന്റ് ആണ്. ഞാനൊരു എൻ്റെ പോളോയ്ക്കകത്തൊരു സ്റ്റിയറിംഗ് മേടിച്ച് വെച്ചാൽ അതിന്റെ പാഡിൽ ഇത്രയും പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഇല്ല. പിന്നെ സ്വിച്ച് ആണെങ്കിലും സോഫ്റ്റ് പ്രസ് സ്വിച്ചസ് ആണ്. സോഫ്റ്റ് പ്രസ് ആയിട്ട് വരുന്ന ക്ലിക്ക് ശബ്ദമായിട്ട് കേൾക്കത്തില്ല. അതും അതിന്റെ മെറ്റീരിയൽ സോഫ്റ്റ് ആണ്. പിന്നെ ഇത് ഞാൻ വളരെ ലേറ്റ് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. നമുക്ക് ആസ്ട്രേ ആണിത്. സിഗരറ്റ് ലൈറ്റർ ആസ്ട്രേയും വരുന്നുണ്ട്. അത് ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ല. എന്ത് സാധനമൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഇട്ട് വെക്കാം. അത് പിന്നെ ജസ്റ്റ് മറ്റേ അല്ലെങ്കിൽ നമുക്കൊരു കാർ ചാർജ് ചെയ്യാനുള്ള പോർട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇതൊരു ആസ്ട്രേ ആയിട്ട് ഇരുന്നോളും സ്മോക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു. പിന്നെ വേറെ ഇതിന്റെ എല്ലാ ഇതിലും
കണ്ണാടി വരുന്നുണ്ട്, ലൈറ്റ് വേണ്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും, ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് താനെ ഓഫ് ആവും, അടയും. അവിടെയും അതുണ്ട്. രണ്ട് സാധാരണ ഡ്രൈവർ സൈഡിൽ അതൊരു ഫീച്ചറായിട്ട് കൊടുക്കാറില്ല. ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് ഓൺ ആവും, ലൈറ്റ് ഓഫ് ആവും. വളരെ അത് ലൈറ്റ് ഓൺ ആവുന്ന രീതി വരെ ഉണ്ട്, കത്തിയല്ല ഓൺ ആവുന്നത്, അതിങ്ങനെ ഒരു തുറന്നാ വരുന്നത്. അതുവരെ വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം മാറിയിരിക്കും. സൺഗ്ലാസ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. അത് വേറെ അത് ലൈറ്റ്സ് ആണോ? ലൈറ്റ്സ് ആണ് ഇതിന്റെ ഒരു. അത് പറഞ്ഞപ്പോഴേ ഇതൊരു ഫീച്ചറാണ്. ഞാൻ ലൈറ്റ് ഓഫ് ആണെങ്കിൽ പറയാൻ വേണ്ടി അത് കാണിക്കാൻ പറ്റും. ഈ ലൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങോട്ടടിക്കും, ഇവിടെ ഒരു ചെറിയൊരു റെഡ് ഹ്യൂ പോലെ കൊടുക്കും, ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് പോലെ കിടക്കുന്നത്. നമ്മുടെ കണ്ണിന് റിഫ്ലക്ഷൻ അടിക്കത്തില്ല, പക്ഷെ എല്ലാം കാണാം. നമ്മുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കത്തില്ല. നമുക്ക് നേരെ അവിടെ എടുക്കണമെങ്കിൽ നമുക്ക് കൃത്യം അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട, നമ്മുടെ വിഷനിൽ അത് കാണും. അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് പോലെ ഇതിങ്ങനെ താഴത്തോടെ അടിക്കുന്നത്. അപ്പോൾ ഇതുവരെ പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴെല്ലാം വർക്കിംഗ് ആണ്. ഇത് കമ്പോണന്റ് കുറച്ച് വീക്കായിട്ടിരിക്കാന്നേ ഉള്ളൂ. പിന്നെ ഇതിന് സർവീസും മറ്റേ വേറെ കാര്യം, ഇതിന്റെ മൈക്രോഫോൺ വളരെ ഹൈ ക്വാളിറ്റി മൈക്രോഫോൺ. സാധാ വണ്ടികളൊക്കെ ചെറിയൊരു ഇതാ കൊടുക്കുന്നത്, വളരെ ചെറിയൊരു ഇൻടേക്ക് പോയിന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇതിന് അങ്ങനല്ല, ഇതിന് 2 പ്രോപ്പർ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന ആളെ സംസാരിക്കുന്നത്, അവിടെ ഇരുന്ന ആളാണ് കോൾ എടുക്കുന്നതെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. ഇവിടെ ഇരുന്ന് ഞാനാ കോൾ എടുക്കുന്നെങ്കിൽ സംസാരം വരുന്ന സൗണ്ട്, ഞാൻ സംസാരിക്കുന്ന ഡയറക്ഷൻ വെച്ചിട്ട് അത് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മൈക്രോഫോൺ ആയത്. ഇത് ഇത്രയും വലിയ മൈക്രോഫോൺ ഒന്നും ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല ക്വാളിറ്റിയാണ്. സ്പീക്കേഴ്സ് ക്വാളിറ്റി ഇത് അമേസിങ്. എനിക്ക് ഭയങ്കര ബേസ് ഇല്ല, ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും ഭയങ്കര ബേസ് ഉള്ള ഇടുപ്പുള്ള ഇതാണ്. ഇപ്പം ഇതിൽ പക്ഷേ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാനും പറ്റും. വോളിയം കൂട്ടിയാൽ നമുക്ക് അങ്ങനെ മത്ത് പിടിക്കത്തില്ല, ഭയങ്കരമായിട്ട് ബേസ് ഇടിച്ചിടിച്ചിടിച്ച് നമുക്ക് ഭയങ്കര വോളിയം കൂട്ടി തോന്നത്തില്ല. നല്ല വോളിയത്തിൽ വെച്ചും ഈക്വലൈസറോ ഞാൻ നോക്കിയിട്ടുണ്ട്, കാണാൻ ചാൻസ്. ഇതിന്റെ CD ചേഞ്ചർ ഉണ്ട്, അത് ഇപ്പം 6 CD ചേഞ്ചസ് അറ്റ് എ ടൈം 6 CDs തിരിക്കും. അത് ഫംഗ്ഷനിലാണ്, ഞാൻ നോക്കിയായിരുന്നു. പിന്നെ വോളിയം FM അതൊന്നും ഇതിന്റെ എല്ലാ സ്വിച്ചസ് ആണ് ഇപ്പോഴും വളരെ സോഫ്റ്റ് പ്ലസ് സ്വിച്ചസ് ആണ്. വളരെ എല്ലാം ഒന്നും അങ്ങനെ കേടാകത്തൂല. ഇപ്പൊ നമ്മുടെ BMW ഒക്കെ ഇത്രയും പഴക്കമുള്ള സ്വിച്ച് എടുത്ത് നോക്കി അതിന്റെ ബട്ടൺ തേഞ്ഞു പോകും. ആ സ്വിച്ച് അവിടെ കാണാം, റൈറ്റിംഗ് വരെ പോയിട്ട് ഇതിന്റെ സ്വിച്ചിനൊന്നും ഇളക്കമില്ല. ഇതൊരു ഇഷ്യൂ ആണ്. കാരണം ഇത് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഫസ്റ്റ് ഓണറിന്റെ മോൾക്ക് ഒരു കൊച്ചു കുട്ടിയുണ്ട്, ആ കുട്ടി പിടിച്ച് വലിച്ച് ഓടിച്ചെടുത്താണ്. ഇത് പാർക്കിംഗ് സ്വിച്ച് ആണ്. അതിന് ഡ്രോബാക്ക് ഞാൻ പറയാം ഇതിന്റെ ഇഷ്യൂ എന്താന്നുള്ളത്. പക്ഷെ അത് എന്താ, ഇത് ഒറ്റ കമ്പോണന്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, സിംഗിൾ കമ്പോണന്റ്. അതിന് നല്ല വിലയാണ്, 27,000 രൂപയാവും. ഇത് ഈ ഒരു സാധനം വരുന്നുണ്ട്, ഈ സ്വിച്ച് വരുന്നുണ്ട്. ഇതില്ലാത്തത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇല്ലാത്തതിന്റെ ലോവർ വേരിയന്റിന് ഇടാം 15 രൂപ, അതിന് 15 രൂപ. അപ്പൊ ഇത് ഞാൻ ഒരു യുകെക്ക് ഈ സൈഡിലാണ് വരുന്നത്, കാരണം സീറ്റ് ആ സൈഡിലാണ്. അപ്പൊ ഈ സൈഡിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്ന് അറിയണം എനിക്ക്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമ്പോൾ നോക്കാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്, അത് ഇപ്പോഴത്തെ വണ്ടികൾക്ക് വരുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് വണ്ടി ഓഫായി, പിന്നെ സ്റ്റാർട്ടായി. അപ്പോൾ അത് ഞാൻ ഓഫാക്കി ഇടുന്നത്. അത് ആക്ച്വലി എഞ്ചിന് നല്ലതല്ലെന്നാണ് ഞാൻ കണ്ടതിൽ വെച്ച് മനസ്സിലായത്. പിന്നെ ഓട്ടോ പാർക്ക് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വണ്ടിക്ക് അത് മനസ്സിലാവണം, ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് മോളുകളിൽ പാർക്ക് ചെയ്യാനാണ്. വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പാർക്കിംഗ് ഇതിൽ പ്രീസെറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ 12 സെൻസേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഈ ഒരു ഒറ്റ സെൻസറിൽ 2 വട്ടം വർക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് 360. ഇപ്പോൾ സൈഡിൽ ഒരു പുല്ലുള്ളത് കൊണ്ടാണ് അതെല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വണ്ടി ഇപ്പം അവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് റിവേഴ്സ് ഇടാൻ പറയും. നോക്കാം ഇപ്പോൾ പറയും. റിവേഴ്സ് ഇടാൻ പറഞ്ഞു. ഇനി നമ്മൾ റിവേഴ്സ് ഇട്ടതിന് ശേഷമാണ് ഈ സ്റ്റിയറിംഗ് തുറന്ന ആവശ്യമില്ല. സ്റ്റിയറിംഗിൽ ഐ ഡോണ്ട് ഹാവ് ടു ടച്ച് ദ സ്റ്റിയറിംഗ്. അപ്പോൾ ഞാൻ ഐ വിൽ ഷിഫ്റ്റ് ടു റിവേഴ്സ് ഇട്ടതിന് ശേഷം ഇനിയെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വണ്ടി, ബാക്കിലൊരു വണ്ടിയുണ്ട്. ഞാൻ റിവേഴ്സ് പോവുകയാണ്. അപ്പം ചെക്ക് ചെയ്യണം. ഞാൻ വണ്ടി ഗ്യാപ്പ് ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യരുത്, വണ്ടി ശ്രമിക്കുക. വണ്ടി അതിൻ്റെതായ പറ്റുന്ന ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം വണ്ടി നമ്മളോട് പിന്നെ ബ്രേക്ക് കാല് വയ്ക്കാൻ പറഞ്ഞാണ് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ അത് വണ്ടി നേരെയാക്കാൻ ശ്രമിക്കും. നമ്മൾ വണ്ടി ഇനി മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 2012 മോഡൽ വെഹിക്കിളാണ് ഗൈസ്. അതിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്.
പിന്നെ ഫുഡ് ഫുട്ബോൾ ലൈറ്റ്സ് ഡോർ ലൈറ്റ്സും വരുന്നുണ്ട് സൈഡിൽ. എല്ലാ 4 ഡോറിലും താഴെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ 2 ഡോർ ഓപ്പൺ ചെയ്താൽ ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മറ്റേ ഏത് സൈഡ് ഡോർ ഓപ്പൺ ചെയ്താൽ അത് കിടന്ന് ബ്ലിങ്ക് ചെയ്യും. നമ്മളൊന്ന് ഇപ്പോൾ 2 പേര് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ആ സൈഡ് മാത്രം ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ വയറിങ്ങിൽ കയറി പിടിക്കരുത്, വയറിങ്ങിൽ ഒരു പണിയും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് വേറെ പറയാനുള്ളൊരു കാര്യം. വോക്സ് വാഗൺ ഒത്തിരി വയേഴ്സാണ് പോകുന്നത്, നല്ല ക്വാളിറ്റി വയേഴ്സാണ്. BMW അല്ലെങ്കിൽ ബെൻസിനൊക്കെ വരുന്ന വയേഴ്സ് അത്ര ക്വാളിറ്റി ഇല്ല. ഓഡിക്കും വോക്സ് വാഗണുമാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വയേഴ്സ്. ആ വയേഴ്സ് ദ്രവിച്ച് പോകുമ്പോഴാണ് കൂടുതൽ പണിയും വരുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴേക്കും ആ വണ്ടികളിലെ വയർ കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. കാരണം വയറിംഗ് കിറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. BMW ആണെങ്കിൽ ഒരു 3 സീരീസിൻ്റെ ഒക്കെ വയറിംഗ് കിറ്റാൻ മിനിമം 4 lakhs 5 lakhs വയേഴ്സിന് മാത്രം. അപ്പം ഇതിൻ്റെ വയറും എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് പോകത്തില്ല അത്രയും. അല്ല അതുപോലെ എവിടെയെങ്കിലും കിടന്ന് അഴിഞ്ഞ വണ്ടി ആയിരിക്കണം. അപ്പം വയറിംഗ് നോക്കിയാണ് എപ്പോഴും എടുക്കുക. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാറ്ററി മാറ്റി ഫ്രണ്ട് വെച്ചേക്കുവാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഒരു കാരണവശാലും വയർ കട്ടിങ് ചെയ്ത് ആംബിയന്റ് ലൈറ്റിംഗ്, അകത്തുള്ള മറ്റേ പ്രത്യേകതരം LED ലൈറ്റിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 12 volt സോക്കറ്റിലോട്ട് പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെയാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് ഒരു ബാക്കിലത്തെ 12 volts ഡാഷ് ക്യാം വെക്കുവാണെങ്കിൽ വയറിങ്, ഡാഷ് ക്യാമറ റിയർ ക്യാമറയുടെ വയർ ചെയ്താൽ വലിയ കുഴപ്പമില്ല. ഇതിന് അകത്ത് ക്യാബിനകത്തുള്ള വയറിംഗ് സൂക്ഷിക്കുക. അതും ബാറ്ററിക്ക് അടുത്തുള്ള വയറിംഗ് കുഴപ്പമില്ല, ദൂരോട്ടുള്ള വയറിംഗ് അല്ല. ഈ ഭാഗത്ത് വയറിംഗ് ഒന്നും തൊടാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡാഷ് ക്യാം വെക്കുവാണെങ്കിലും പറ്റുന്നത് അത്രയും. ഡാഷ് ക്യാംസിന് ഇപ്പോൾ വയർ കട്ട് വരുന്നില്ലല്ലോ, ആ 12 volt സോക്കറ്റ് തന്നെ ചെയ്യാന്നുള്ളതാണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു രീതി. പിന്നെ ഈ വോക്സ് വാഗൺ ടിഗ്വാൻ, സ്കോഡ കോഡിയാക്ക്, സൂപ്പർബ്, ഒക്ടാവിയ, പസാട്ട്, ജെറ്റ ഇതൊക്കെ 60 years ഓടാൻ വേണ്ടിയാണ് കമ്പനി ഉണ്ടാക്കിയത്. അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി, അതിൻ്റെ അയൺ, അതിൻ്റെ ബോഡി കൺസ്ട്രക്ഷൻ ആണെങ്കിലും സ്വിച്ചസ് ആണെങ്കിലും എല്ലാ പാർട്സും കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. റസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ റസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഫെയ്ഡ് അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്നതല്ല, അങ്ങനെ അത് വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുമല്ല ഇതിൻ്റെ എഞ്ചിൻ ആണെങ്കിൽ പോലും നല്ല ലൈഫുള്ള എഞ്ചിൻസ് ആണ്. ഇപ്പം ഇത് ഗിയർ ബോക്സുകൾക്ക് ചില ഗിയർ ബോക്സുകൾക്ക് ഇഷ്യൂ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ യൂറോപ്പിൽ 1.9 TDI ഒരു സ്കോഡ ഒക്ടേവിയ ഉണ്ട്, 2006 ഒക്ടേവിയ. അതിൻ്റെ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, അത് ഓൾമോസ്റ്റ് 9 lakhs ഓടിയിട്ടുണ്ട് വിത്ത് ജസ്റ്റ് ഓയിൽ സർവീസ്. ജസ്റ്റ് ലൈക്ക് ബേസിക് പാർട്സ് ചേഞ്ച് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മേജർ കമ്പോണൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും വരാത്ത വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ റിലയബിൾ ആണ് വണ്ടി. മെയിൻ്റനൻസ് നമ്മൾ നോക്കുക. വണ്ടി നമ്മൾ ഒരു വക്കത്ത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്യാതെ വണ്ടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും മൈലേജ് ഇഷ്യൂ, പെർഫോമൻസ് ഇഷ്യൂ വരെ വരുന്നുണ്ടെങ്കിൽ അത് അതുപോലെ കൊണ്ടുപോയി അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക, പിന്നെ ഇഷ്യൂ ഉണ്ടാകത്തില്ല. അങ്ങനെ വണ്ടി കൊണ്ടു നടന്നാൽ ദിസ് വിൽ ലാസ്റ്റ് ഫോർ എവർ. സോ ആ ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റം ഇപ്പോഴത്തെ 35 lakhs കൊടുക്കുന്ന XUV9 BE6 കാണുന്ന സംഭവമാണ്. ഹാരി റിവ്യൂലൊക്കെ ഉള്ളതാണ്. അത് 2012 മോഡൽ വർക്കുകളിലെ ഉണ്ട്. പിന്നെ ജർമ്മൻ കാസിൽ പല വണ്ടികളിലും ഉണ്ടായിരുന്ന ഫീച്ചറുകളാണ് ഇതൊക്കെ ഓൾറെഡി. ഓക്കെ, പിന്നെ ഓട്ടോ ലെവലിംഗ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അത് ഓണാക്കിയിട്ട് പോയാൽ മതി. വണ്ടി കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓണാക്കി കിടക്കും. പിന്നെ വന്ന് കയറുമ്പം മറ്റേ വെൽക്കം ഹോം ഫംഗ്ഷനും ഫോളോയിങ് ഹോം ഫംഗ്ഷനും ഉണ്ട്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ, അത് പണ്ടത്തെ SX4 വന്നിരുന്നത്, ഇതിന് ആൻറ്റിന എന്ന് പറയുന്നത്, ഇതിൻ്റെ ആൻറ്റിന ബാക്കിലത്തെ ഗ്ലാസ്സിലാണ്. ബാക്കിലത്തെ ഗ്ലാസ്സിലെ ലൈൻസ് ഉണ്ടല്ലോ, ഡീഫോഗറിൻ്റെ ലൈനിലാണ് ഇതിന് ആൻറ്റിന വരുന്നത്. അപ്പോൾ ഈ വണ്ടിക്കൊരു ലൈക്ക് സോളിഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആൻറ്റിന ഇല്ല. അത് നോക്കിയാൽ കാണാൻ പറ്റും, ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഡീഫോക്കസിന്റെ ലൈനിലാണ് വരുന്നത്. SX4 മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ വണ്ടികൾക്കൊന്നും ആ ഒരു ഫീച്ചർ ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിൻ്റെ ഒരു വളരെ ഒരു യൂണിക് ഫീച്ചർ എന്നാണ് പറയാം. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് യൂസ്ഫുൾ ഫീച്ചേഴ്സ്. ഈ ഹെഡ് റെസ്റ്റ്, സ്പീക്കേഴ്സ്, പാർക്കിംഗ് സിസ്റ്റം, പാർക്കിംഗ് കേപ്പബിലിറ്റീസ്. പിന്നെ ഗ്ലാസ്, ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. ടിൻറ്റഡ് എല്ലാം ടിൻറ്റഡാണ് വരുന്നത്, എന്ന് വെച്ചാൽ നമുക്ക് ഫിലിം ഒട്ടിക്കണ്ട. ഇത് സണ്ണ് ലൈക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത്. കാരണം ഇതൊരു ബ്ലാക്ക് കാർ ആണെങ്കിൽ പോലും വെയിലത്ത് കിടക്കുവാണെങ്കിൽ അതുപോലെ പഴുത്ത് ചൂടാകത്തില്ല. അപ്പം UV കട്ട് ഗ്ലാസ് ആണ് വരുന്നത്. അതും ഇത്രയും കട്ടിയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് ഹീറ്റ് എത്ര അകത്ത് വരത്തില്ല. സോ അതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ എയർ ബാഗ്സ്. എയർ ബാഗ്സ്, there are total of 8 എയർ ബാഗ്സ്. ഫ്രണ്ട് 2 എയർ ബാഗ്സ്, സൈഡിൽ 2 എയർ ബാഗ്സ് വരും, ബാക്കിൽ 2 എയർ ബാഗ് വരും. നീ ഉണ്ടോ? നീ എയർ ബാഗ് ഇല്ല. ഫ്രണ്ട് 2 എയർ ബാഗ് സാധാരണ വരുന്ന ഡ്രൈവർ എയർ ബാഗും പാസഞ്ചർ എയർ ബാഗും. പിന്നെ A പില്ലർ 2 എയർ ബാഗ് ഉണ്ട്, ഒന്നിവിടെ ഒന്നിവിടെ. B പില്ലർ 2 എയർ ബാഗ് ഉണ്ട്, ഒന്നിവിടെ ഒന്നവിടെ. C പില്ലർ ബാക്കിലും 2 എയർ ബാഗ് ഉണ്ട്. അതൊരു
അതും വളരെ കുറച്ച് വണ്ടികൾക്ക് അത്ര എയർ ബാഗ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഫുള്ളായിട്ട് കവർ ചെയ്യും. അതെ, ഒന്നും സംഭവിക്കത്തില്ല. ഈ വണ്ടിയിൽ നമുക്ക് ഓടിക്കുമ്പോഴാണ് നമുക്ക് അപകടം ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്ത വരും. അതുകൊണ്ടാണ് നമ്മൾ മരിക്കത്തില്ല എന്നുള്ള ചിന്ത. ഈവൻ വെന്റോയുടെ എക്സ്പീരിയൻസ് എല്ലാം വെന്റോയിൽ വരെ എനിക്ക് ഫീൽ ഉണ്ട്. വെന്റോയിൽ നമുക്ക് ഒരു സോളിഡ് ഫീൽ. അതിലും വളരെ ഹെവി ഒരു ജീപ്പ് കോമ്പസ് ഒരു സെഡാൻ എങ്ങനെ ഇരിക്കും വിത്ത് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്, അതാണ് ഈ വണ്ടി എന്നാണ് ഒരു ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് എയർ പ്യൂരിഫയർ ഉണ്ട്. അത് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു OBD ചെക്ക് ചെയ്തപ്പം അതിന്റെ എന്താ വയർ കംപ്ലൈന്റ്, എയർ പ്യൂരിഫയർ വയർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. എയർ കംപ്രസറിന് ഇതിന്റെ ഇതിന്റെ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് എയർ പ്യൂരിഫയർ ഉണ്ട്. അതുവരെ 2012 ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലൈറ്റ് ഡിമ്മിങ്, ഇതിന്റെ നമുക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി, സ്വിച്ചില് ലൈറ്റ്സ് ഉണ്ടല്ലോ, എല്ലാത്തിന്റെയും എല്ലാം ഒരേപോലെ ഡിമ്മോ. ഈ ലൈറ്റ് വരെ ഡിമ്മോ. നമ്മളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, രാത്രിയിൽ ഓവറായിട്ട് ഇതിപ്പം ഒത്തിരി ഡിമ്മായില്ലേ. ഇത് അതില് ഇത് ഓഫാക്കിയാൽ, ടോർച്ച് ഓഫാക്കിയാലേ കറക്റ്റ് കാണാം. ഇതിപ്പം ഈ ഒരു ലൈറ്റാണ്. ഇവിടുത്തെ ലൈറ്റ്സും അതുപോലെ അത് കൂടും. എല്ലാ ലൈറ്റ്സും ഈ റെഡ് കളർ വരുന്ന എല്ലാം ഈ എയർ വെന്റിലെ ലൈറ്റ്സ് വരെ ഡിമ്മും ബ്രൈറ്റും ആവും. ഉണ്ടോ, ഡിമ്മായി ബ്രൈറ്റ് ആയി. അത് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നോന്ന് അറിയത്തില്ല. ക്ലോക്കിന്റെ ലൈറ്റ് അത് ഇവിടെ ശ്രദ്ധിക്കണം. ക്ലോക്കിന്റെ ലൈറ്റ് വരെ അത് ഡിമ്മും ബ്രൈറ്റും. അതുപോലെ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം, ഇതിന് സ്വിച്ച് സഹിതം പല റെഡ് ലൈറ്റ് വരുന്ന പല സ്വിച്ചും താഴെയുള്ള സ്വിച്ചസ് വരെ എല്ലാം ഡിമ്മും ബ്രൈറ്റും ആവും. അതുകൊണ്ട് പിന്നെ കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക് ആണ്. 6 വേ അല്ല, 12 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതിന് റിക്ലൈൻ, ഫ്രണ്ട് ബാക്ക്, ഹൈറ്റ് അപ്പ് ഡൗൺ, പിന്നെ അണ്ടർ തൈ സപ്പോർട്ട് അപ്പ് ഡൗൺ, പിന്നെ ലംബാർ 4 4 വേ അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. നമ്മുടെ ബാക്ക് സപ്പോർട്ട് വരുന്ന അതും ഒരു വണ്ടിക്കും 30 lakhs താഴെയുള്ള ഒരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല. അതിന് മുകളിലുള്ള വണ്ടിക്കും 700. സസ്പെൻഷൻ എനിക്ക് ആ സെയിം സസ്പെൻഷൻ ഫീൽ കിട്ടിയത് XUV-ലാണ്. XUV-ലെ മൾട്ടിലിങ്കാണ് വരുന്നത്. അപ്പോൾ അതിനും ആ ഒരു ക്വാളിറ്റി ഈ വണ്ടിയിലുണ്ട്. അത്രയും 30 lakhs 25 lakhs എടുത്തിരിക്കുന്ന വണ്ടിക്ക് കിട്ടുന്ന സസ്പെൻഷൻ ക്വാളിറ്റി ഒരു 5 lakhs 6 lakhs 7 lakhs നമുക്ക് എടുക്കാനേ ഉള്ളൂ, if you can maintain the car. 2025 എന്നെ ഞെട്ടിച്ച ഒരു 2012 മോഡൽ വണ്ടിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുമാത്രം ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ഫീച്ചേഴ്സ് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. എന്തായാലും ഈ വണ്ടി കീപ്പ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്കറിയാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. 10 വർഷം ഇത് ഇനി ഇത്ര റീടെസ്റ്റ് ഒക്കെ എത്ര ചെയ്യാൻ പറ്റുന്നോ, ഇതിന് എത്ര ഓടുന്ന അറിയണം എനിക്ക്. 2.5 3 lakhs ഒക്കെ ഓടിയത് വണ്ടികൾ പുറത്തുണ്ട്. ഈ എഞ്ചിൻ 5-6 lakhs ഒക്കെ ഓടാറുണ്ട് ഇഫ് ഇറ്റ് ഇസ് മെയിൻറ്റെയിൻ പ്രോപ്പർലി. ഇതിനാകെ വരുന്ന ഇഷ്യൂസ് എന്ന് വെച്ചാൽ സിറ്റി റൺസ് ഇതിന് ഇഷ്ടമല്ല. ഇതിന് വണ്ടി ഓൺ ആയാൽ ഒന്ന് ഓടി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് RPO ഒക്കെ യൂസ് ചെയ്ത് ടെർബോ ഒക്കെ ഓൺ ആയിട്ട് തിരിച്ച് വന്ന് കൂളായി ഓഫ് ആകുന്നതാണ് ഏറ്റവും ഇഷ്ടം. നമുക്കത് ഓൺ ഓഫ് ആകുന്നതിന് അറിയാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി എവിടെയും പോയിട്ട് വന്ന് അപ്പം തന്നെ ഓഫ് ആയി കഴിഞ്ഞാൽ അത് എഞ്ചിന് ഇഷ്ടപ്പെടത്തില്ല. കുറച്ച് റഫായിട്ട് അത് ഓൺ ഓഫ് ആവുന്നത്. അപ്പോൾ അങ്ങനെ റൺ ചെയ്ത് എത്ര വരെ ഓടുന്നെങ്കിൽ അറിയണം. അത് നോക്കിയിട്ടേ വണ്ടി നശിക്കുന്നവരായിട്ട് ഓടിക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തെങ്കിലും പ്ലാൻ മാറുകയാണെങ്കിൽ പറയണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അല്ല ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, എല്ലാം പോസിറ്റീവ്സും കാര്യങ്ങളും എല്ലാം സംസാരിച്ച് നമ്മൾ ഓൾറെഡി ലെങ്തി ആയി. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എടുത്ത് ഓടിക്കണം എന്നുള്ളൊരു കാര്യമാണ്. എനിക്കിഷ്ടമാണത്. പക്ഷേ ഞാൻ നിൽക്കുന്നത് വളരെ ഇറ്റ് ഇസ് ക്ലോസ് ടു ദ NH ഹൈവേക്ക് അടുത്താണ്. അതായതുകൊണ്ടും എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ നല്ല റോഡിൽ കയറി ഓടിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് സിറ്റിക്കകത്ത് ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സിറ്റിക്കകത്ത് നമുക്ക് ഇതിനൊരു പാർക്കിംഗ് സിസ്റ്റം താഴെ വേണം. നമ്മൾ 20 kilometers താഴെയാണെങ്കിൽ ഒരു വണ്ടി അടുത്തോടെ പോയി കഴിഞ്ഞാൽ അത് ട്രിഗർ ആവുകയും ചെയ്ത് കിടന്ന് ബീപ്പ് ചെയ്യും. നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണെങ്കിൽ ഇത് ഓടിക്കാൻ അല്ലെങ്കിൽ അത് ഓഫാക്കി വെക്കാൻ എന്താ സിസ്റ്റം അതെന്താ കോടിയേണ്ടി വരുമായിരിക്കും, അറിയത്തില്ല. അതായത് നമുക്ക് ഇവിടെ തന്നെ സ്വിച്ച് ആക്കി ഓഫ് ആവും. പക്ഷേ കുറച്ച് വീണ്ടും താനെ റിയാക്ടിവേറ്റ് വണ്ടി ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുമ്പോൾ വീണ്ടും അത് ഓണായി സെൻസേഴ്സ് അടിച്ചുകൊണ്ടിരിക്കും. അടുത്തുള്ള വണ്ടികൾ പോകുകയാണെങ്കിൽ. പിന്നെ ലോങ് വണ്ടിയാണ്, പാർക്കിങ്ങിന്റെ ഒരു ഇഷ്യൂ വരും. ഇറ്റ്സ് എ വെരി ലോങ് കാർ. പിന്നെ സിറ്റി മൈലേജ് ഇറ്റ് ഈസ് ബിലോ 12-10 ഒക്കെ കിട്ടുന്നത് എനിക്ക് സിറ്റി മൈലേജിൽ. വണ്ടി ഓടണം. വണ്ടി ഒരു 40 ഇതിൻ്റെ ഒരു ഗിയർ 3rd 4th ഗിയറെങ്കിലും കയറിയാലേ വണ്ടി എഫിഷ്യൻ്റ് ആകത്തുള്ളൂ. അതുവരെ വണ്ടി അത്യാവശ്യം ഹൈ ഫ്യൂവൽ അത്യാവശ്യം ഫ്യൂവൽ എടുത്തുകൊണ്ടാണ് അത് ഓടുന്നത്. പക്ഷേ ലോങ് പോകുമ്പോൾ നല്ല മൈലേജാണ്. ഒരു ഇത്രയും ഈ പവറുള്ള വണ്ടിക്ക് പവർ നമ്മൾ പറഞ്ഞില്ലല്ലോ, പവർ 170 bhp 350 Nm ടോർക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ടാറ്റ ഹാരിയറിന്റെ ഡീസൽ ഹാരിയറിന്റെ അതേ ഇതാണ്. പക്ഷെ വണ്ടി കുറച്ചുകൂടെ SUV അല്ല, താന്ന വണ്ടിയാണ്. പെർഫോമൻസ് ഓൺ പേപ്പർ പോലല്ല,
വണ്ടി ചവിട്ടിയാൽ നല്ല രീതിക്ക് കയറും. നമ്മുടെ 1.5 പർച്ചേസിനൊക്കെ സുഖമായിട്ട് പിടിക്കും. ഞാൻ നോക്കിയിട്ടുമുണ്ട്. റോഡിൽ പോകുമ്പോൾ എപ്പോഴും നോക്കാറുണ്ട്. എനിക്ക് ഇതിന്റെ പെർഫോമൻസ് എനിക്ക് ആകപ്പാടെ കിട്ടാതെ പോയിട്ടുള്ളത് ചില EV-കളാണ്. മറ്റേ BYD-യും അങ്ങനത്തെ വണ്ടികളൊന്നും കിട്ടത്തില്ല നമുക്ക്. ചിലപ്പോൾ ഹൈവേ കിട്ടിയേക്കാം, പക്ഷെ ഇവിടത്തെ റോഡുകളിൽ EV-കൾ ഒഴിച്ച് വേറൊരു വണ്ടി അങ്ങനെ ഇതിനെ പിടിച്ചിട്ടില്ല. പഞ്ച് EV വീട്ടിലുണ്ട്. അത് അതായിട്ട് ഓടിക്കുമ്പോൾ പോലും അതിൽ ഇൻസുലേഷൻ നല്ലതാണ്, പക്ഷെ ഇതിന് അതിനൊക്കെ ബെറ്റർ ഇൻസുലേഷനുമാണ്. പിന്നെ കംഫർട്ട്, ഇത് കഴിഞ്ഞുള്ള കംഫർട്ട് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കംഫർട്ട് വേറെ വണ്ടിക്ക് വരത്തില്ല. നെഗറ്റീവ്സിൽ വീണ്ടും ഉള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ പാർട്സ് കോസ്റ്റ് ഒന്നും പറയത്തില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ വരുന്ന ഡാമേജിന്റെ പാർട്സ് കിട്ടാൻ സമയം എടുക്കുമായിരിക്കും. പാർട്സ് കോസ്റ്റും ഹൈ ആയിരിക്കും. ഇതിനിപ്പോഴും ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ മിനിമം കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്, നല്ല IDV വെച്ചുള്ള ഇൻഷുറൻസ് എടുത്ത് വെക്കുക. കമ്പനി തന്നെ മാറ്റുക, കാരണം പാർട്സ് കിട്ടായികയല്ല, പാർട്സ് എക്സ്പെൻസീവ് ആണ്. റിപ്പയർ, ബോഡി റീപ്ലേസ്മെന്റ് പാർട്സ് ഒക്കെ. പിന്നെ സെൻസേഴ്സ് ഒക്കെ പോവുകയാണെങ്കിൽ അത് മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. EV സെൻസർ ഇഷ്യൂ Volkswagen ഉണ്ട്. അത് ഏത് Volkswagen എടുത്താലും മഴയത്ത് ഓടുന്ന വെള്ളം ഉള്ള ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാർ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ആ സെൻസറിന് കംപ്ലൈന്റ് വരും. അപ്പോൾ അത് മാറുക എന്നുള്ള വന്നെങ്കിൽ OEM മാറുക, അല്ലെങ്കിൽ ചൈനീസ് വെക്കുക. ഇത് ഷോറൂമിലാണോ സർവീസ് ചെയ്യാറ്? അല്ല, ഇത് പുറത്തുനിന്ന് ഷോറൂമിൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്തിന് പോയാലും ചെയ്തു തരുമല്ലോ. ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു തരും. അവിടെ പോയി ഓർഡർ എടുക്കണം. ഓർഡർ എടുക്കുന്ന ഇഷ്യൂ ആണ്. അവിടെ ചെന്ന് ഓർഡർ എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ചെയ്യുന്നത്. പിന്നെ അഗൈൻ എക്സ്പെൻസ് become less than half the expense. ഓയിൽ സർവീസ് തന്നെ നമ്മൾ Volkswagen ചെയ്ത് കഴിഞ്ഞാൽ they will charge us 15,000-20,000 rupees. പുറത്തുനിന്ന് എനിക്ക് 8,000 രൂപ 9,000 രൂപ ആണെന്നുള്ളൂ. പിന്നെ വേറെ ഇഷ്യൂസ് മെയിൻലി പാർട്സ് ഇഷ്യൂസ് ആണ്. പാർട്സ് ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് എനിക്കിത് മാറണമെന്നുണ്ട്, പക്ഷേ ഇത് മാറണമെങ്കിൽ ഞാൻ വില നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ നല്ല വിലയായിരിക്കും. ഈ ഒരു കമ്പോണന്റ് കിട്ടത്തില്ല, ഇത് ഇങ്ങോട്ട് വരുത്തിക്കേണ്ടി വരും. 20,000 രൂപ ഉറപ്പായിട്ടും വരും. അത്ര എക്സ്പെൻസീവ് കമ്പോണന്റ് ആണ്. പക്ഷെ അത് അത്ര മെക്കാനിസം ഉണ്ട്, ലൈറ്റ്സും പല സാധനങ്ങളുണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ വില ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് അഫെയർ. എക്സ്ട്രാ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അത് വെച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ആപ്പിൾ വയർലെസ് കാർപ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സൗണ്ട് സിസ്റ്റം ഒന്നും എനിക്കൊരു ഒട്ടും അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു 20 lakhs ആളുള്ള എല്ലാ വണ്ടിയെക്കാട്ടിലും ബെറ്റർ സൗണ്ട് സിസ്റ്റം ആണ്. സെൽറ്റോസിന്റെ ബോസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബോസിന്റെ 9 സ്പീക്കർ ആണെന്ന് തോന്നുന്നു. 9 സ്പീക്കർ സിസ്റ്റം ആയിരുന്നു. അതിനെക്കാട്ടിലും ബെറ്റർ ആണ് ഇത്രയും പഴക്കമുള്ള ഒരു 12 സ്പീക്കർ സൗണ്ട് സിസ്റ്റം. അത്രയും ക്വാളിറ്റി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിന്റെ സ്പീക്കർ ഒന്നും പോയായിരുന്നു, അതൊന്നും അഴിച്ചിട്ട് ചെറിയ വയറിംഗ് ഇഷ്യൂ ആയിരുന്നു, റെഡിയാക്കി. അത്യാവശ്യം വർക്കുകൾ ചെയ്യുമോ? എനിക്ക് പോയാൽ മനസ്സിലാവും എന്തെങ്കിലും പോയാൽ എന്താ കറക്റ്റ് പോയെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഒരു ഷോപ്പിൽ പോയിട്ട് ഇതാണ് ഇവിടെ ചെക്ക് ചെയ്യാമെന്ന് പറയാനുള്ളൊരു യൂസ് അത് ഇത്ര ശീലിച്ചിട്ടുണ്ട്, അത്ര വണ്ടി ഓടിച്ച് ശീലിച്ചതുകൊണ്ട് അങ്ങനെ പറയാനുള്ളത്. ഒരു ഇതുള്ള പിന്നെ മെക്കാനിക്കിന് പരിചയം വേണം. ഒരു Volkswagen പണിയുന്ന മെക്കാനിക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇതെടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം യു വിൽ ഗെറ്റ് പാർട്സ് ഈസിലി. അല്ലെ ചൈനീസ് പാർട്സ് കിട്ടിയാൽ അത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ പുറത്തെ പാർട്സ് എന്തായാലും തട്ടും മുട്ടുകയൊക്കെ ചെയ്യും. അത് OEM വെക്കണം എന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഇതിന് നെഗറ്റീവ്സ് വരെ ഉള്ളത് വേറെ നെഗറ്റീവ്സ് ആണ്. ഇതിന്റെ സ്റ്റാർട്ടർ സിസ്റ്റത്തിന്റെ നെഗറ്റീവ്, ഇതിന്റെ ഒരു ഇഷ്യൂ ആണ്. ഇതിന്റെ ബാറ്ററി വരുന്നത് ബൂട്ടിലാണ്, ഡിക്കിയിലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. അതിന്റെ വയറ് അടിയിൽ കൂടെ പോയിട്ടാണ് മുന്നിലോട്ട് എഞ്ചിന് കണക്ട് ആവുന്നത്. പിന്നെ സ്റ്റാർട്ടർ മോട്ടറിന് ഈ വയറിന്റെ പഴക്കം കാരണം കറണ്ട് അത്രയും ഹോൾഡ് ചെയ്യത്തില്ല. അപ്പൊ നമ്മള് രാവിലെ കോൾ സ്റ്റാർട്ടിന്റെ സമയത്ത് അതിനെ ചിലപ്പോൾ വണ്ടി ഒന്ന് പമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടർ മോട്ടർ കുറച്ച് വീക്കാവും. അത് ഒന്നും ചെയ്യാനില്ല, നമുക്ക് ആ വയറിംഗ് കണക്ഷൻ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ ബാറ്ററി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ ബാറ്ററി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇനി ഇത് പോയി കഴിയുമ്പോൾ വയറിംഗ് മാത്രം മാറ്റി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കംപ്ലൈന്റ് വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വേറെ പസാറ്റുകൾ ഞാൻ പോയി കണ്ട പസാറ്റുകൾക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ബാക്കിലെ ബാറ്ററി വയറിംഗ് പോയിട്ട് ഫ്രണ്ടിലൊരു ബാറ്ററി വെച്ചിട്ട് അപ്പോൾ എനിക്കൊന്നും എടുക്കാൻ തോന്നില്ല. ബിക്കോസ് വയറിംഗ് പണിതാണ്, ഒരു കമ്പനിയിൽ നിന്നല്ല പണിത്, പുറത്തുനിന്ന് പണിതുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്, വയറിംഗ് ഇഷ്യൂ ആണ് ഇതിൽ കൂടുതൽ. പിന്നെ AC എനിക്ക് കുറച്ച് പോരാന്നൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട് നല്ല വെയിലുള്ള സമയത്ത് പോകുമ്പോൾ. കംപ്രസർ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ? കംപ്രസർ ഇഷ്യൂ ഒരു തവണ വന്നതാണ് ഈ വണ്ടിക്ക്. അത് ഒരു 1 year മറ്റേ വണ്ടിക്ക് 1 lakh kilometers ആയപ്പോൾ പുള്ളി മാറ്റിയതാണ്, പുതിയ കംപ്രസർ വെച്ചാണ്. കംപ്രസർ ആസച്ച് അല്ല ഇതിന്റെ. ഇപ്പോൾ നോക്കിയിട്ട് ഇപ്പം 24 degrees നല്ല കൂളിംഗ് ഉണ്ട് ഇതിന്. ഇപ്പം കൂട്ടിയാൽ നല്ല കൂളിംഗ് ഉണ്ട്. പക്ഷേ അതൊരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ വണ്ടികളിൽ അത്രയും എഫക്റ്റീവ് കൂളിംഗ് അല്ല. പക്ഷെ ഇപ്പോഴത്തെ വെർച്ചസിനെക്കാട്ടിലും ബെറ്റർ ആണ്. Volkswagen ഇപ്പോഴത്തെയും കംപ്രസേഴ്സ് വീക്കാണ്. പക്ഷെ ഒരു മഹീന്ദ്ര അല്ലെ ടാറ്റയുടെ പഞ്ചിന്റെ ഒക്കെ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് നമ്മൾ ഓൺ ആക്കി ഒന്ന് ഇരുന്ന് ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്ക് കൂളാവും. അത്രയും എഫക്റ്റീവ് ആണ്. അത്ര എഫക്റ്റീവ് അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അത്രയും വെയിലത്ത് ഓടിക്കുകയാണെങ്കിൽ അതും ഓടി തുടങ്ങി എത്തിയ കുഴപ്പമില്ല. ചൂടത്ത് കിടന്നുകൊണ്ട് എടുത്തോണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അത് കൂടെ കുറച്ച് സമയം എടുക്കും. അതൊരു ഒരു ഡ്രോബാക്ക് ആണ്. ഹെഡ്ലൈറ്റിന്റെ ഇപ്പൊ അടിച്ച് നോക്കിയാൽ നല്ല വെട്ടം കാണുന്നുണ്ട്. പക്ഷേ ഇത് ഹൈവേയിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ ഫ്രണ്ട് വിസിബിലിറ്റി വളരെ മോശമാണ്. വിസിബിലിറ്റി കുറവാണ്, പ്രത്യേകിച്ച് ഹൈ സ്പീഡുകളിൽ. ലൈറ്റ് അപ്ഗ്രേഡ് അത്യാവശ്യം HID ആണ്, പക്ഷേ ഇതിന്റെ ലൈറ്റ് ഇന്റൻസിറ്റി ത്രോ ഒന്നും പോരാ. അപ്പോൾ അത് എന്താ ഒരു HID LED കൺവേർഷൻ കിറ്റ് കിട്ടും. അത് ഞാൻ ചെയ്യാനിരിക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വ്യത്യാസം ഉണ്ടാവില്ല എന്ന്. പിന്നെ കീ തന്നെ വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കാനും അതിന് സൺറൂഫ് ഓപ്പൺ ആവും. എല്ലാം കൂടി ഓപ്പൺ ആവുന്ന ഫീച്ചർ ഉണ്ട്. സൺറൂഫും കീ വെച്ച് ലോക്ക് ചെയ്യാം. ഓൾ വിൻഡോ ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ആണ്, വൺ ടച്ച് അപ്പ് ഡൗൺ ആണ്. മറ്റേ മിറർ ഫോൾഡിങ് വരുന്നുണ്ട്. അതും ഇതിൽ ഒരു കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു VCDS കോഡിംഗ് എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോൾഡിംഗ് ഫീച്ചർ ഇതിൽ ചെയ്യാനേ ഉള്ളൂ. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. കോഡ് എടുക്കുന്നത് മറ്റേ ബോക്സ് ആൻഡ് പോളോയിൽ കോഡ് ചെയ്യുമല്ലോ, മറ്റേ ഇതുപോലത്തെ ഒരു VCDS കോഡിംഗ് എന്ന് പറയും. അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചാൽ മിറർ ഫോൾഡിംഗ് ഇതിന് കിട്ടുന്നതാണ്. പിന്നെ ഫോഗ് ലാംപ്സും കോർണറിംഗ് ലാമ്പും സെപ്പറേറ്റ് ആണ്. സാധാരണ വണ്ടിക്ക് ഫോഗ് ലാമ്പ് തന്നെയാണ് നമ്മൾ വണ്ടി ആക്ട് ചെയ്യുന്നത്. ഇതിന് ഫോഗ് ലാമ്പ് 4 ഉണ്ട്. 4 ലാമ്പ് താഴെ വരുന്നത്. അറ്റത്ത് 2 കോർണറിങ്ങും നടുക്ക് 2 ഫോഗും വരുന്നു. ഫോഗ് ഇട്ടാൽ കത്തുന്ന വേറെയും, ഫോഗ് ഇട്ട് തിരിക്കുമ്പോൾ എക്സ്ട്രാ കോർണറിംഗ് ലാമ്പും കത്തും. മനസ്സിലായി. അങ്ങനെയുള്ള എല്ലാ ഫീച്ചറുകളും വന്നിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു പസാറ്റ്. പക്ഷെ അന്നൊന്നും നമുക്ക് ഇതിന്റെ വില അറിയില്ലായിരുന്നു. അറിയാവുന്നവർ സ്വന്തമാക്കിയതുമില്ല. ഗിയർ ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗിയർ ബോക്സ് വരുന്നത് DSG ആണെന്ന് വിചാരിച്ച് എടുക്കാണ്ടിരിക്കരുത്. ഇതൊരു വെറ്റ് ക്ലച്ച് DSG ആണ്. ഡ്രൈ ക്ലച്ച് അല്ല. സാധാരണ DK200 വരുന്നത് പോളോയ്ക്കും മെൻഡോയ്ക്കാണ് DK200 വരുന്നത്. അപ്പൊ നമ്മുടെ പോളോ GTIക്കും വരുന്നത് DK200 ആണ്. പുതിയ GTI വെറ്റ് ആക്കി, പുതിയ GTI വെറ്റ് ക്ലച്ച് ആക്കി. 2016 ഇറങ്ങിയ GTIക്ക് ഡ്രൈ ക്ലച്ച് ആയിരുന്നു. അതിനൊക്കെ ഒരു 80,000 1 lakh ഒക്കെ ആകുമ്പോൾ കംപ്ലൈന്റ് വന്ന് എക്സ്പെൻസീവ് റിപ്പയർ ആണ് വരുന്നത്. ഇതിന് ഗിയർ ബോക്സിന് സെപ്പറേറ്റ് ഓയിൽ ഫിൽറ്ററും വരുന്നുണ്ട്. നമ്മൾ എല്ലാ 50,000 കിലോമീറ്റേഴ്സും ഇത് സർവീസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു തവണ ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് ഓയിൽ ഫിൽറ്ററും അതിന് തന്നെ ഒരു സാധാ ഓയിൽ സർവീസിന്റെ എമൗണ്ട് വരും. 8 ലിറ്റർ 10 ലിറ്റർ ഓയിൽ ആകും. അതൊരു 10,000 രൂപ താഴെ ആകത്തുള്ളൂ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ബ്ലോക്കിൽ കിടന്നാലും ഒരു ഇഷ്യൂ വരത്തില്ല. ഗിയർ ബോക്സ് വിൽ സ്റ്റേ ഹെൽത്തി. ഇറ്റ് വിൽ റൺ. ഇറ്റ് വിൽ ലാസ്റ്റ് മോർ ദാൻ ദി എഞ്ചിൻ. എഞ്ചിനെക്കാട്ടിലും കൂടുതൽ ലൈഫ് ഗിയർ ബോക്സിനുണ്ട്. അതുമല്ല ഇതിന് ലോഞ്ച് കൺട്രോൾ വരെ കോഡ് ചെയ്യാൻ പറ്റും. അത്രയും ആ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് DK250. അതിന് പക്ഷേ എഞ്ചിൻ ട്യൂൺ ചെയ്യണം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അത് പയ്യെ ചെയ്യാന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം വണ്ടിയുടെ ബേസിക് ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ വണ്ടി ഒന്ന് കോട്ട് ചെയ്യണം, പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തിട്ടാണ് ഇതൊക്കെ. സ്റ്റിയറിംഗ് മാറ്റാൻ പ്ലാനുണ്ട്. അപ്പം സ്റ്റിയറിംഗ് ഒരു ഫേസ് ലിഫ്റ്റ് ജെറ്റ് അല്ലെ പസാറ്റിന്റെ മറ്റേ പുതിയ ഷേപ്പിന്റെ നമ്മുടെ മറ്റേ പോളോ ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ് ഉണ്ടല്ലോ, അതിന് പാഡൽസ് വെച്ച് വരുന്ന വേരിയന്റ് ഉണ്ട്. ആ സ്റ്റിയറിംഗ് ഞാൻ അപ്പം വരുത്തി വെച്ചിട്ടുണ്ട്. എയർ ബാഗ് ഒക്കെ വെച്ച് റെഡി ആക്കണം. അതാണ് പ്ലാൻ. ഈ വീഡിയോ ചിലപ്പോൾ ഒരു 1 hour അടുത്തായിട്ടുണ്ടാവും. പക്ഷേ ആരും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കമൻസിൽ ഞാനത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച്. വളരെ വളരെ നന്ദി. നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്കും അറിയാത്ത, നിങ്ങൾ കാണുന്നവരിൽ പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ ബ്രോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ലൊരു വണ്ടിയെ പരിചയപ്പെടുത്തി തന്നു. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്തുമാത്രം വാല്യൂ ഫോർ മണി വെഹിക്കിളാണ് നമ്മൾ ജർമ്മൻ കാർ സോൾഡ് മേടിക്കുന്നുള്ളത്. ഇതെല്ലാവർക്കും ബാധകമല്ല, എല്ലാ വണ്ടികൾക്കും ബാധകമല്ല. സോ ഇത് കണ്ടിട്ട് പോയി വീഴരുത്. കാരണം ഓരോ വണ്ടികളുടെയും കണ്ടീഷൻ പലതാണ്. സോ അതൊക്കെ നോക്കി കണ്ട് എടുത്താൽ, ഈ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കാറുകളും പുതിയ വണ്ടികളും ഫസ്റ്റ് ഇംപ്രഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ തുരുതുര വീഡിയോസ് വരാറുണ്ട്. സോ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്തിട്ടില്ലാത്തവർ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.